ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു മെറിറ്റ് അക്കാഡമി. അപ്പോൾ നമ്മൾ ഇന്ന് ഓണം എക്സാമിന് 8ാം ക്ലാസ്സിൽ വരുന്ന മാത്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പറയാൻ പോകുന്നത്. ചാപ്റ്റർ 1-ൻ്റെയും 2-ൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബേസിസിലും എല്ലാത്തിലും വരുന്ന വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ട്സ് ആണോ വരുന്നത് അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ പറയാം. നമ്മൾ എന്ത് ചെയ്യും, അതിനനുസരിച്ചതായിട്ട് നിങ്ങളുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും. സോ വി ക്യാൻ സ്റ്റാർട്ട്. അപ്പൊ ആദ്യത്തെ നമ്മളെ ചാപ്റ്റർ പേരെന്തായിരുന്നു? സ്ക്വയേഴ്സ് അല്ലേ. അപ്പൊ സ്ക്വയേഴ്സ് എന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മളതിൽ ആകെ പഠിച്ചിട്ടുണ്ടായിരുന്നത് നമ്പറുകളുടെ സ്ക്വയർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ അതിലൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. കഴിഞ്ഞ വർഷത്തെ എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള, അതായത് കഴിഞ്ഞ ഓണം എക്സാമിനുള്ള ഒരു ചോദ്യമായിരുന്നു കേട്ടോ ഇത്. അപ്പൊ ആദ്യം ഇപ്പൊ നിങ്ങൾ വിചാരിക്കും, ഒരു നമ്പർ എങ്ങനെയാ നമ്മൾ സ്ക്വയർ എഴുതിയത്? 15 സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. 15 സ്ക്വയറിനെ നമ്മൾ എങ്ങനെയാ മാറ്റി എഴുതുക? 15നെ 10 + 5 ഹോൾ സ്ക്വയർ എന്ന് എഴുതും അല്ലെ. 10 + 5 ഹോൾ സ്ക്വയർ എഴുതിയിട്ട് പിന്നെ എന്താ ചെയ്യാ? ആദ്യത്തെ നമ്പറിന്റെ സ്ക്വയർ 10 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എന്ത് ചെയ്യണം? ഈ രണ്ട് നമ്പേഴ്സ് 2 × 10 × 5 പ്ലസ് പിന്നെ എന്ത് ചെയ്യണം? രണ്ടാമത്തെ നമ്പറിന്റെ സ്ക്വയർ എന്താണ്? 5 സ്ക്വയർ. അപ്പൊ 10 സ്ക്വയർ 100 പ്ലസ് 2 × 10 20 20 × 5 എന്താ വരിക? 100 പ്ലസ് പിന്നെ എന്ത് വരും? 5 സ്ക്വയർ 25. അപ്പൊ 100 + 100 200 200 + 25 225. ഇങ്ങനെയായിരുന്നു നമ്മൾ എന്ത് ചെയ്തിരുന്നത്? സ്ക്വയേഴ്സ് കണ്ടുപിടിച്ചിരുന്നത്. പക്ഷേ ഇതുമായിട്ടല്ല, ഇത് ബേസിസിൽ നമുക്ക് എങ്ങനെയാണ് എക്സാമിനേഷന് ചോദിക്കുന്നത് നോക്കിക്കേ. ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ ആ തന്നത് അല്ലേ. എന്താ വന്നത്? 13 സ്ക്വയർ = 10 സ്ക്വയർ പ്ലസ് ഡാഷ് പ്ലസ് 3 സ്ക്വയർ അല്ലേ. അപ്പൊ 13 സ്ക്വയറിനെ നമുക്ക് എങ്ങനെയാ എഴുതാറുള്ളത്? 10 + 3 ഹോൾ സ്ക്വയർ എന്ന് എഴുതും. ഈ 10 + 3 ഹോൾ സ്ക്വയറിനെ നമ്മൾ എങ്ങനെയാ മാറ്റുക? 10 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എന്ത് ചെയ്യണം? ഈ രണ്ട് നമ്പേഴ്സ് 2 × 10 × 3 പ്ലസ് 3 സ്ക്വയർ അല്ലെ. അപ്പൊ ഈ ഡാഷ് ഇട്ട സ്ഥലത്ത് എന്താ ശരിക്കും വരേണ്ടത്? 2 × 10 × 3. ഈ ഓപ്ഷൻസ് നോക്കിക്കേ, 2 × 10 × 3 കാണുന്നുണ്ടാവില്ല അല്ലെ. പക്ഷെ അതാ ഒന്ന് നോക്കിക്കേ, നമുക്ക് തിരിച്ചും മറിച്ചിട്ടൂടെ മൾട്ടിപ്ലിക്കേഷന്? 1 × 2 എന്ന് എഴുതാലും 2 × 1 എഴുതാലും ഒക്കെ ആൻസർ സെയിം അല്ലേ. അപ്പൊ ഏതാ ഓപ്ഷൻ വരിക? നമുക്ക് 10 × 3 × 2 എന്ന് എഴുതിയ കുഴപ്പമുണ്ടോ? ഇല്ല. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നമുക്ക് എന്നാൽ ഇതേ ബേസിസിൽ അതേപോലെ വരുന്ന വേറെ രണ്ടാമത്തെ അതേപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ് പോയിന്റ് വെച്ചിട്ടുള്ളത്. പലർക്കും പോയിന്റ് വെച്ചിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് എങ്ങനെയാ അത് ചെയ്യാന്നുള്ളത് ഒരു എക്സാമ്പിൾ മിസ് കാണിച്ചേ. അപ്പൊ അതേപോലത്തെ വേറൊരു ക്വസ്റ്റ്യൻ ആണ് മിസ് ഇവിടെ തന്നിട്ടുള്ളത്. 8.5ന്റെ സ്ക്വയർ. അപ്പോൾ പോയിന്റ് വരുന്ന നമ്പർ ആണ്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാന്ന് മിസ്സിന് അറിയാം. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ഒരെണ്ണം നമുക്ക് അതുപോലത്തെ ചെയ്യുന്ന ഞാൻ കാണിച്ചേ. 3.6 സ്ക്വയർ. ഓക്കെ, എങ്ങനെയാ ചെയ്യാൻ നോക്കണേ. അപ്പൊ 3.6 സ്ക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ അതിനെ എങ്ങനെ എഴുതണം? 3 + 0.6 ഹോൾ സ്ക്വയർ എന്ന് എഴുതണം. പിന്നെന്താണ്? പിന്നെ മറ്റേ ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ ഒരു വ്യത്യാസമുള്ള സ്റ്റെപ്പ് ശ്രദ്ധിക്കുക കേട്ടോ. എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ നമ്പറിന്റെ സ്ക്വയർ 3 സ്ക്വയർ പ്ലസ് പിന്നെ എന്ത് ചെയ്യണം? 2 ഇൻറ്റു ഈ രണ്ട് നമ്പേഴ്സും 2 × 3 × 0.6 പ്ലസ് പിന്നെ എന്താ ചെയ്യേണ്ടത്? 0.6ന്റെ സ്ക്വയർ അല്ലെ, രണ്ടാമത്തെ നമ്പറിന്റെ സ്ക്വയർ വിച്ച് ഇസ് 0.6 സ്ക്വയർ. ഓക്കെ, അപ്പം 3 സ്ക്വയർ എന്താ വരുന്നത്? 9 പ്ലസ് പോയിന്റിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. നമുക്ക് ആദ്യം മൾട്ടിപ്ലിക്കേഷൻ നോക്കാം, അത് ആദ്യം പഠിക്കണ്ടേ. അപ്പൊ 2 × 3 6 6 × 6 36 എഴുതിയേ. ഈ പറഞ്ഞ മൾട്ടിപ്ലിക്കേഷനിൽ പോയിന്റിന് ശേഷം എത്ര നമ്പർ ഉണ്ട് നോക്ക്. ഇവിടെ നോക്കിക്കേ, പോയിന്റിന് ശേഷം എത്ര നമ്പർ ഉണ്ട്? ഒരൊറ്റ നമ്പർ ഉള്ളൂ. അപ്പൊ റൈറ്റ് സൈഡിൽ നിന്ന് ബാക്കോട്ട് നോക്കുമ്പോൾ ഒരു നമ്പറിന് മുമ്പ് പോയിന്റ് കൊടുക്കുക. റൈറ്റ് സൈഡിൽ നിന്ന് തുടങ്ങി ഒരൊറ്റ നമ്പറിന് മുമ്പ് പോയിന്റ് കൊടുത്തു, വിച്ച് ഇസ് 3.6. ഓക്കെ, ഇനി പ്ലസ് ഇനി എന്ത് ചെയ്യണം? 0.6ന്റെ സ്ക്വയർ. ആദ്യം നിങ്ങൾ 6ന്റെ സ്ക്വയർ ആലേക്ക്. 6ന്റെ സ്ക്വയർ നമുക്കറിയാം അതെന്താണ്? 36 ആണെന്ന് അറിയാം. ഇനി ഇവിടെ നോക്കിക്കേ, പോയിന്റിന് മുമ്പ് പോയിന്റിന് ശേഷം എത്ര നമ്പർ ഉണ്ട്? ഒരൊറ്റ നമ്പർ ഉണ്ട്. അപ്പൊ സ്ക്വയർ ചെയ്യുമ്പോൾ പോയിന്റിന് ശേഷം എത്ര നമ്പർ വേണം? 2 നമ്പർ വേണം. അപ്പൊ 2 നമ്പറിന് മുമ്പായിട്ട് ഞാൻ പോയിന്റ് കൊടുക്കുമ്പോൾ 0.36. ഇവിടെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു 0 വെറുതെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ 0.36. ഇനി ഇത് ആഡ് ചെയ്യുമ്പോഴും തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്, നന്നായിട്ട് ശ്രദ്ധിക്കാം. പോയിന്റുകൾ ഒരുമിച്ച് വരണം. അപ്പൊ നിങ്ങൾ നോക്കി, ഇവിടെ 3.6 ഉണ്ട്, ഇവിടെ 0.36 ഉണ്ട്. പക്ഷെ 9ന് മാത്രം പോയിന്റ് ഇല്ല. 9ന് പോയിന്റ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ഇട്ട് കൊടുക്കുക? 9 പോയിന്റ് എന്ത് ചെയ്യുക? ഒരു 0 അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഇനി പോയിന്റ് ഒരുമിച്ച് വരുന്ന രീതിയിൽ എഴുതാണേ. 3.6 0.36 ആഡ് ചെയ്യാൻ പോവാണ്. ഇവിടെ 6 9 12. സോ ദ ആൻസർ ഇസ് 12.96.
6. ഈ രീതിയിലാണ് നമ്മൾ പോയിന്റിൽ വരുന്ന നമ്പേഴ്സിന്റെ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? 8.5 സ്ക്വയർ ഇസ് ഈക്വൽ ടു 64 പ്ലസ് ഡാഷ് പ്ലസ് 0.35 എന്നാണ്. ആ ക്വസ്റ്റ്യനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. മിസ് ഒന്ന് മാറ്റിത്തരാം. എന്താണ് 0.35 എന്നല്ല വരേണ്ടത്, 0.25 എന്നാണ് കേട്ടോ. ഇത് ആക്ച്വലി 2 ആണ്. ദിസ് ഇസ് 0.25. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. 8.5 ഹോൾ സ്ക്വയർ നമ്മൾ എങ്ങനെ എഴുതും? 8 പ്ലസ് 0.5 ഹോൾ സ്ക്വയർ എന്ന് എഴുതും. 8 പ്ലസ് 0.4 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 8 സ്ക്വയർ പ്ലസ് പിന്നെ എന്ത് ചെയ്യണം? 2 ഇൻറ്റു ഈ രണ്ട് നമ്പേഴ്സ് 8 ഇൻറ്റു 0.5 പ്ലസ് പിന്നെ എന്ത് ചെയ്യണം? 0.5 സ്ക്വയർ ചെയ്യണം. അപ്പൊ 8 സ്ക്വയർ നമുക്കറിയാം 64, അതാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, പ്ലസ് 0.5 സ്ക്വയർ 5 സ്ക്വയർ 25. പോയിന്റിന് ശേഷം ഒരു നമ്പർ സ്ക്വയർ ചെയ്യുമ്പോൾ പോയിന്റിന് ശേഷം രണ്ട് നമ്പറിന്റെ മുമ്പ് പോയിന്റ് 0.25, അത് ഇവിടെ വന്നു. ഇനി നടുവ് കിടക്കുന്ന സാധനം കിട്ടിയാൽ മതി, അതാണ് നമ്മൾ ആൻസർ. ശ്രദ്ധിക്കാം, 2 ഇൻറ്റു 8 16, 16 ഇൻറ്റു 5 എത്രയാ വരിക? 80. 80 കഴിഞ്ഞിട്ട് പോയിന്റിന് ശേഷം ഇവിടെ എത്ര നമ്പറാ? ഒരു നമ്പർ ആണുള്ളത്, ഒരു നമ്പറിന് മുമ്പ് പോയിന്റ്. അപ്പൊ ആൻസർ എന്താ വരിക? 8.0, അതായത് 8. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ ഷുവർ ആയിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ചാപ്റ്ററിന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ മക്കളെ, നിങ്ങൾക്ക് ഇതിനെ വേറെ രീതിയിൽ എങ്ങനെയാ ചോദിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇങ്ങനെ, അതായത് a plus b whole square is equal to a square plus dash plus b square. ഇങ്ങനെ തരും. അല്ലെങ്കിൽ വേറെ എങ്ങനെ ചോദിക്കാം? x plus y whole square is equal to x square plus dash plus y square. ഇങ്ങനെ എന്തെങ്കിലും ആയിട്ട് ചോദിക്കും. അപ്പം ഓപ്ഷൻ എ ഫസ്റ്റ് സബ് ആയിട്ട് ചോദിക്കേ. അപ്പൊ നമുക്കറിയാം എന്താണ്? ഫസ്റ്റ് നമ്പറിന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഈ രണ്ട് നമ്പേഴ്സ്. അപ്പൊ 2 ഇൻറ്റു എ ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് വരും. എന്നിട്ട് സെക്കൻഡ് സബ് ആയിട്ട് അവര് ഇത് നിങ്ങൾ അതേ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുമ്പോൾ ആൻസർ എന്താ വരിക? 2xy. ഏതെങ്കിലും ഒന്നേ ചോദിക്കുള്ളൂ കേട്ടോ, ഞാൻ രണ്ട് രീതിയിലും കാണിച്ചു തന്നതാണ് നിങ്ങൾക്ക്. ഇനി രണ്ടാമത്തെ സബ് ആയിട്ട് അവരെന്ത് ചോദിക്കും? യൂസിങ് ദിസ് ഐഡന്റിറ്റി. ഓക്കെ, എന്താണ്? യൂസിങ് ദിസ് റിസൾട്ട് അല്ലെങ്കിൽ യൂസിങ് ദിസ് ഫോർമുല അല്ലെങ്കിൽ യൂസിങ് ദിസ് ഐഡന്റിറ്റി ഫൈൻഡ് 13 സ്ക്വയർ, അങ്ങനെ ചോദിക്കും. എന്നിട്ട് മൂന്നാമത്തെ സബ് ആയിട്ട് അവർ വേണമെങ്കിൽ ഇങ്ങനെയും കൂടി ആഡ് ഓൺ ചെയ്ത് ചോദിക്കും. എന്ത് ചോദിക്കും? യൂസിങ് ദിസ് ഐഡന്റിറ്റി ഫൈൻഡ് 3.5 സ്ക്വയർ. അങ്ങനെ 3 മാർക്കിന് വേണമെങ്കിലും അവരെന്ത് ചെയ്യാം? ചോദിക്കാം. ഓക്കെ, ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ആ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പോൾ വെറും ഇങ്ങനെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് മാത്രം നിങ്ങൾ എന്ത് ചെയ്യണ്ട? എക്സ്പെക്ട് ചെയ്ത് പോകേണ്ട, ആ രീതിയിലേക്കും ക്വസ്റ്റ്യൻ വരും. ഇനി ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേറെ നമ്മൾ പഠിച്ച ഒന്നായിരുന്നു എന്ത്? മൾട്ടിപ്ലിക്കേഷന്റെ ബോക്സ് അല്ലെ. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. 4 മാർക്കിനൊക്കെ ഒരു ചോദ്യം വരാൻ ചാൻസ് ഉള്ളതാണ്. എങ്ങനെയായിരുന്നു ആ ബോക്സ് ചെയ്തിരുന്നത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം? നോക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് അതിലെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മൾ എങ്ങനെ ചെയ്തിരുന്നത്? ഇപ്പൊ ഒരു 23 സ്ക്വയർ ആണ് അങ്ങോട്ട് വിചാരിക്കുക. 23 സ്ക്വയറിനെ നമ്മൾ ബോക്സിലേക്ക് എങ്ങനെയാ മാറ്റിയിരുന്നത്? ഇത് അങ്ങനെ ഒരു ബോക്സ് അങ്ങോട്ട് വരയ്ക്കും, 4 വര വരച്ച് 4 ഭാഗമാക്കി മാറ്റും. 23നെ നമ്മൾ എന്താക്കി മാറ്റും? 20 + 3 എന്നല്ലേ ആക്കി മാറ്റുക. എന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെ ഒരു ബോക്സ് ഉണ്ടാവണേ, ഓർമ്മ വേണേ. അപ്പം എന്നിട്ട് എന്ത് ചെയ്യും? 20 + 3 20 എവിടെ എഴുതും? താഴെ 3 എഴുതും. അതേപോലെ മുകളിൽ 20 എഴുതും, താഴെ എന്ത് ചെയ്യും? 3 എഴുതും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഓരോന്നിലും ഫില്ല് ചെയ്യും. എങ്ങനെയാ ഫില്ല് ചെയ്യുക? ഇവിടെ എന്താ വരുന്നത്? ഇവിടെ മുകളിലും താഴെയും വരുന്ന നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുക. 20 × 20, ആൻസർ എന്ത് വന്നു? 400. ഇനി ഇവിടെ എന്താ നമ്മൾ ഫില്ല് ചെയ്യുക? ഇവിടെ മുകളിൽ വരുന്നത് 3, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വന്നത് 20, 20 × 3, ആൻസർ എന്ത് വന്നു? 60 എന്ന് വന്നു. ഇനി ഇവിടെ ഫില്ല് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ മുകളിൽ വന്നത് 20, ഇതിന്റെ ലെഫ്റ്റിൽ വന്നത് 3, 20 × 3, അവിടെയും എന്ത് വന്നു? 60 എന്ന് വന്നു. ആൻഡ് പിന്നീട് എന്താ നമ്മൾ ചെയ്തത്? ഇവിടെ എന്താ വരുന്നത്? ഇവിടെ നമ്മൾ നോക്കണം എന്താണ്? ഇവിടെ മുകളിൽ വരുന്നത് 3, ലെഫ്റ്റിൽ വരുന്നത് 3, 3 × 3, ആൻസർ എന്ത് വന്നു? 9 എന്ന് വന്നു. ഇനി ഈ ബോക്സിൽ നമ്മൾ എന്താ ഫില്ല് ചെയ്യേണ്ടത്? ഇവിടെ ആഡ് ചെയ്ത് നേരെ എഴുതുക. 400 + 60 460, 60 + 9 69. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാ വരിക? 9, 12, 5, 529. സോ 23 സ്ക്വയർ കിട്ടി. എന്താണ്? 529. ഈ രീതിയിലാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ബോക്സ് മെത്തേഡ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അല്ലെങ്കിൽ റെക്ടാങ്കുലർ മെത്തേഡ് എന്നൊക്കെ പറയും. അപ്പം ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? ഡയഗണൽ വൈസ്,
അതായത് റൈറ്റിന്റെ ടോപ്പിൽ നിന്ന് ഈ വരുന്ന വഴി വരുന്ന രണ്ട് നമ്പേഴ്സും എന്തായിരിക്കും? സെയിം ആയിരിക്കും. എപ്പോഴും അവിടെ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടൊരു ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എന്താണ് ഇതെന്താണ്? ഇവിടെ രണ്ടും വരുന്ന നമ്പേഴ്സ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ചിലപ്പോൾ അവർ ഇവിടെ അങ്ങോട്ട് തരിക 16 എന്നിട്ട് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടും കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? എളുപ്പമാണ്. ഇവിടെ എന്താണോ വരുന്നത് അത് തന്നെയാണ് ഇവിടെയും വരിക. ആൻഡ് ഇവിടെ വരുന്ന ഈ രണ്ട് നമ്പറും നോട്ട് ചെയ്യുക. ഇതെന്തായിരിക്കും? ഇവിടെ വരുന്ന നമ്പറിന്റെ സ്ക്വയർ ആയിരിക്കും. ഇവിടെ കണ്ടോ 20ന്റെ സ്ക്വയർ ആണ് ഇത് വന്നത്. അതേപോലെ ഇവിടെ എന്തായിരിക്കും വരിക? മുകളിൽ വരുന്ന നമ്പറിന്റെ സ്ക്വയർ ആയിരിക്കും, 3ന്റെ സ്ക്വയർ ആയിരിക്കും. അത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ആ ഒരു ബോക്സ് ആയിട്ട് ബേസ് ചെയ്തിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് വെച്ച് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരും. ഞാൻ കാണിച്ചു തരാം. ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണേ. നോക്കണേ. This grid shows some of the numbers in the computation of square of 2 digits. ഏതോ 2 ഡിജിറ്റ് നമ്പറിന്റെ സ്ക്വയറിന്റെ ഒരു ഹിന്റ് ആണ് ഈ തന്നിരിക്കുന്നത്. കണ്ടോ എന്തൊക്കെയാ വന്നിട്ടുള്ളത്? റൈറ്റ് ദ മിസ്സിംഗ് നമ്പേഴ്സ്. ഇതിൽ വന്ന മിസ്സിംഗ് നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്കിക്കേ മക്കളെ, ഈ 900 എന്ന് പറഞ്ഞത് ഏതിന്റെ സ്ക്വയർ ആണെന്ന് ആലോചിക്കുക. 900ന്റെ സ്ക്വയർ അല്ലെ, ഏതോ ഒരു നമ്പറിന്റെ സ്ക്വയർ ആണ് എന്ത് 900 എന്ന് പറയുന്നത്. അതായിരിക്കും ഈ ടോപ്പിൽ ഇവിടെ ഈ രണ്ട് സ്ഥലത്തും വരിക അല്ലേ. അതേപോലെ 16 എന്ന് പറഞ്ഞ നമ്പർ ഏത് നമ്പറിന്റെ സ്ക്വയർ ആണോ അതായിരിക്കും ഈ രണ്ട് പ്ലേസസിലും വരുന്നത്. റൈറ്റ്. അപ്പൊ നമുക്ക് നോക്കിയേ എങ്ങനെയൊക്കെയാ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. 900 എന്ന് പറയുമ്പോൾ ഏതിന്റെ സ്ക്വയർ ആണെന്നുള്ളത് കണ്ടുപിടിക്കാനൊന്നും ചെയ്യൊന്നും വേണ്ട, നിങ്ങൾക്ക് അറിയാം. അങ്ങോട്ടൊക്കെ 9 ഏത് നമ്പറിന്റെ സ്ക്വയർ ആ? 9 3ന്റെ സ്ക്വയർ ആണെന്നറിയാം. അപ്പൊ ഇതിൽ ആദ്യത്തെ നമ്പർ 3. ഇനി ഇവിടെ രണ്ട് സീറോകളുണ്ട്. ആ സീറോയിൽ ഒറ്റൊന്നും കൂടി കുറച്ചാൽ മതി, 30. സോ 30ന്റെ സ്ക്വയർ ആണെന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ വരുന്നതും 30, ഇവിടെ വരുന്നതും 30 കഴിഞ്ഞു. ഇനി രണ്ടാമത്തത് ഞാൻ പറഞ്ഞല്ലോ 16. ഏത് നമ്പറിന്റെ സ്ക്വയർ ആ 16? നമുക്കറിയാം അല്ലെ, 4 × 4 ആണ് 16. അപ്പൊ 4 സ്ക്വയർ ആണ് 16. അപ്പൊ ഇവിടെ വരുന്ന നമ്പർ 4 ആണ്, ഇവിടെയും വരുന്ന നമ്പർ എന്താണ്? 4 ആണ്. സോ ആ രണ്ട് ക്വസ്റ്റ്യൻ മാർക്കും നമുക്ക് കഴിഞ്ഞു. ഇനി ഇവിടെ കിടക്കുന്ന രണ്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്, അത് നമുക്ക് കണ്ടുപിടിക്കേണ്ടതാ. ഇത് രണ്ടും അല്ലെ, അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. എന്താ ഞാൻ പറഞ്ഞത് ഈ നമ്പർ എടുക്കുമ്പോൾ ഇതിന്റെ ടോപ്പും ഇതിന്റെ ലെഫ്റ്റും വരുന്ന നമ്പറുകൾ തമ്മിൽ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. 30 × 4 30 × 4 ആൻസർ എന്താ വരിക? 120 അല്ലെ. സോ ഇവിടുത്തെ ആൻസർ എന്ത് വന്നു? 120. ഇത് 120 ആണെങ്കിൽ ഇവിടുത്തെ ആൻസറും എന്ത് തന്നെയായിരിക്കും വരിക? 120. പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമ്മൾ മിസ്സിംഗ് നമ്പേഴ്സ് എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി ദ സ്ക്വയർ ഓഫ് വിച്ച് നമ്പർ ഇസ് കമ്പ്യൂട്ടഡ്. ഏത് നമ്പറിന്റെ സ്ക്വയർ ആ ഇവിടെ നമ്മൾ ഈ ചെയ്തതെന്ന് മക്കളെ? ഏത് നമ്പറിന്റെ സ്ക്വയർ ആ കമ്പ്യൂട്ട് ചെയ്ത്? ഞാൻ പറഞ്ഞില്ലേ ഇവർ തമ്മിൽ എന്ത് ചെയ്യുക? കൂട്ടുക. 30 + 4 ആൻസർ എന്ത് വന്നു? 34ന്റെ സ്ക്വയർ ആണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്? കമ്പ്യൂട്ട് ചെയ്യുന്നത്. ആൻഡ് വാട്ട് ഈസ് ഇറ്റ് സ്ക്വയർ? അത് നമ്മൾ കണ്ടുപിടിച്ചില്ല അല്ലെ. നമുക്ക് ആ ബോക്സ് ഒന്ന്, അതിന് വേണ്ട ബോക്സ് ഇവിടേക്ക് ഒന്ന് വരച്ച് കണ്ടുപിടിക്കാം. എന്താ വരുന്നത്? 900 + 120 1020. ഇനി 120 + 16 136. ഇനി എന്ത് ചെയ്യാം? ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരിക? 6 5 1 1. സോ നമുക്കറിയാം 34 സ്ക്വയർ ഇസ് ഈക്വൽ ടു 1156. ഓക്കെ. അപ്പൊ ഇതൊരു 4 മാർക്കിന്റെ അല്ലെങ്കിൽ ഒരു 3 മാർക്ക് 4 മാർക്കിനായിട്ട് തന്നെ നിങ്ങൾക്ക് അധികവും എന്ത് ചെയ്യാം? എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റൻ ആണ് കേട്ടോ. ഈ ചാപ്റ്റർ ചെറുതാന്ന് കണ്ട് കാര്യമില്ല. ഇങ്ങനത്തെ ഒരു ചോദ്യം 4 മാർക്കിന് വലിയ ക്വസ്റ്റൻ ആയിട്ടൊക്കെ ആയിരിക്കും വരിക കേട്ടോ. ഇത് കഴിഞ്ഞ കൊല്ലം ചോദിച്ച ക്വസ്റ്റൻ ആണ് ഈ ഒരു ഇതിന്റെ ബേസിസിൽ വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണെന്ന് തോന്നുന്നത്. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം? നോക്കാം. അപ്പം ഈ ക്വസ്റ്റ്യൻ തൊട്ട് മുമ്പ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത അതേപോലെ ഒരു സിമിലർ ക്വസ്റ്റ്യൻ ആണ്. ഇത് കഴിഞ്ഞ വർഷത്തെ എക്സാമിന് 4 മാർക്കിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് പ്രിപ്പയർ ചെയ്യുക. കണ്ടോ അതേപോലത്തെ ക്വസ്റ്റ്യൻ അതിൽ ചെറിയ വ്യത്യാസമേ വന്നിട്ടുള്ളൂ. ഇവിടെ C കിട്ടിയാൽ നിങ്ങൾക്ക് D കിട്ടും. ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ ഇത് 40 ആണ് തന്നിട്ടുള്ളത് കൊണ്ട് A എന്താണ് 40 ആണെന്ന് തന്നെ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് 36. ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ് 36? 6ന്റെ സ്ക്വയർ ആണ് 36. അപ്പൊ B എന്ന് പറയുന്നതും 6 ആണ്. ഇവിടെ B എന്ന് പറഞ്ഞതും അതും എന്ത് തന്നെയാണ് വരിക? 6 തന്നെയാണ് വരിക. ഇനി സിയും ഡിയും കിട്ടാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. എങ്ങനെയാ C കിട്ടുക? സിന്റെ ഇവിടെ വരുന്ന മുകളിൽ വരുന്ന നമ്പർ 6, സൈഡിൽ വരുന്ന നമ്പർ 4. സോ 40 × 6 240. ഇവിടെ 240 ആണെങ്കിൽ ഡിയും എന്ത് തന്നെയായിരിക്കും? 240 തന്നെ ആയിരിക്കും. സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അത് ഒറ്റയ്ക്ക് ചെയ്യുക. അതിൽ ആൻസേഴ്സ് എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. അതിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അതിൽ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. സോ നമുക്ക് ഇനി ബാക്കി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ഇതോടുകൂടി നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ എന്ത് ചെയ്തിട്ടുണ്ട്? ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോവാം.
അപ്പൊ മക്കളെ നമുക്ക് ഈക്വൽ ട്രയാങ്കിൾസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ആദ്യം ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം എന്തൊക്കെയാണ് ആ ചാപ്റ്ററിൽ പഠിച്ചതെന്നുള്ളത് കേട്ടോ. ഈക്വൽ ട്രയാങ്കിൾസിൽ നമ്മൾ പഠിച്ചത് എപ്പോഴൊക്കെയാണ് രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആവുക എന്നുള്ളതാണ്. അതിനുള്ള 3 പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് വൺ SSS പ്രോപ്പർട്ടി, രണ്ടാമത്തത് SAS പ്രോപ്പർട്ടി, മൂന്നാമത്തത് ASA പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെ 3 പ്രോപ്പർട്ടീസിന്റെ ബേസിസിലാണ് പഠിച്ചത്. SSS നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. എന്താണ്, ഒരു ട്രയാങ്കിളുടെ 3 സൈഡും വേറൊരു ട്രയാങ്കിളുടെ 3 സൈഡിനോടും ഈക്വൽ ആവും. അപ്പോൾ ഒരു ട്രയാങ്കിൾ ഉണ്ട് എന്താണ് 6, 4, 3 സെന്റിമീറ്റർ വരുന്നത്. വേറൊരു ട്രയാങ്കിൾ ഉണ്ട് 6ഉം 4ഉം 3 സെന്റിമീറ്റർ സൈഡ്സ് വരുന്ന ആ രണ്ട് ട്രയാങ്കിൾ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അത് എങ്ങനെ തന്നെ വെച്ചാലും, തല കുത്തിയോ മറിച്ചോ എങ്ങനെ വെച്ചാലും അവരെന്തായിരിക്കും, പരസ്പരം ഈക്വൽ ആയിരിക്കും. SAS പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ പേര് പറയുന്ന പോലെ തന്നെ രണ്ട് സൈഡിന്റെ ഇടയിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കുന്ന ആംഗിൾ, അങ്ങനെ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആവും. ഫോർ എക്സാമ്പിൾ ഞാൻ എക്സാമ്പിൾ വരച്ചേ. ഇവിടെ ABC എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ ഉണ്ട്, വേറൊരു ട്രയാങ്കിൾ ഉണ്ട് ഇങ്ങനെ വരുന്ന എന്താണ് PQR എന്ന് പറഞ്ഞിട്ട് വേറൊരു ട്രയാങ്കിൾ ഉണ്ട്. ഓക്കെ, ഇനി ഇത് നോക്കുന്ന സമയത്ത് ഇവിടെ തൽക്കാലം ഒരു 40 ഡിഗ്രി വന്നു എന്ന് വിചാരിക്കുക. അതിനോട് ചേർന്ന് വരുന്ന ഈ രണ്ട് സൈഡും ഇതൊരു 4 സെന്റിമീറ്ററും ഇതൊരു 6 സെന്റിമീറ്റർ ആണ് വന്നതെന്ന് വിചാരിക്കാം. ആൻഡ് ഇവിടെ അതേപോലെ ഒരു 40 ഡിഗ്രി വരുന്നുണ്ട്, ഇവിടെ ഒരു 4 സെന്റിമീറ്ററും ഇവിടെ ഒരു 6 സെന്റിമീറ്ററും വന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ നോക്കുന്ന സമയത്ത് ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആവാൻ വഴിയുണ്ടോ നോക്കിക്കേ. ഇവിടുത്തെ 6 സെന്റിമീറ്റർ വരുന്ന BC ഇവിടെയും 6 സെന്റിമീറ്റർ വരുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ BC ഇവിടുത്തെ എന്തിനോട് ഈക്വൽ ആണ്, QRനോട് ഈക്വൽ ആണെന്ന് പറയും. അതേപോലെ തന്നെ ഇവിടുത്തെ AB ഇവിടുത്തെ എന്തിനോട് ഈക്വൽ ആണ്, PRനോട് ഈക്വൽ ആണെന്ന് പറയും. ബിക്കോസ് രണ്ടും 4 സെന്റിമീറ്റർ ആണ്. ഈ 6ന്റെയും 4ന്റെയും ഇവിടെ കിടക്കുന്ന ആംഗിൾ, ഈ ആംഗിൾ എത്രയാണ് വരുന്നത്, 40 ഡിഗ്രി ആണ്. അതേപോലെ 6 സെന്റിമീറ്ററിന്റെയും 4 സെന്റിമീറ്ററിന്റെ ഇടയിൽ കിടക്കുന്ന ഈ ആംഗിളും എത്ര തന്നെയാണ് വരുന്നത്, 40 ഡിഗ്രി ആണ്. അതുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആണ്. ബൈ വിച്ച് പ്രോപ്പർട്ടി, SAS പ്രോപ്പർട്ടി. കണ്ടോ, രണ്ട് സൈഡിന്റെ ഇടയിൽ ആംഗിൾ ഇങ്ങനെ കുടുങ്ങി കിടക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അതിന് ശേഷം അതിൽ പഠിച്ച പ്രോപ്പർട്ടിയാണ് ASA പ്രോപ്പർട്ടി. ASA പ്രോപ്പർട്ടി എങ്ങനെയായിരിക്കും, നേരെ തിരിച്ച് രണ്ട് ആംഗിളിന്റെ ഇടയിൽ വരുന്ന സൈഡുകൾ ഈക്വൽ ആയി വരിക. ഫോർ എക്സാമ്പിൾ നമുക്ക് എക്സാമ്പിൾ ഒന്ന് നോക്കാം. വേറൊരു ട്രയാങ്കിൾ എടുക്കുക. നമുക്ക് എങ്ങനെയാ വരുന്നത്, ഇതാ ഇപ്പൊ ഞാനിവിടെ ഒരു ട്രയാങ്കിൾ എടുത്തു DEF. ഓക്കെ, ആൻഡ് ഇവിടെ ഞാൻ വേറൊരു ട്രയാങ്കിൾ എടുത്തു ലൈക്ക് XYZ. ഓക്കെ, ഇനി രണ്ട് ആംഗിൾസ് ഞാനിവിടെ കൊടുത്തു. ഇവിടെ 60 ഡിഗ്രി ആൻഡ് ദിസ് ഇസ് 80 ഡിഗ്രി. ഇതിന് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന ഈ സൈഡ് ഒരു എന്താ പറയാ, ഒരു 4 സെന്റിമീറ്റർ എങ്ങാനുമാണെന്ന് വിചാരിക്കാം. അതേപോലെ ഇവിടെ ഞാനൊരു 60 ഡിഗ്രി കൊടുത്തു, ഇവിടെ ഞാനൊരു 80 ഡിഗ്രി കൊടുത്തു. ഇതിന്റെ ഇടയിൽ വരുന്ന സൈഡ് 4 സെന്റിമീറ്റർ. ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തേ. ഈ രണ്ട് ട്രയാങ്കിളിനെയും കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇവിടെ നോക്കിക്കേ, ഇവിടുത്തെ ആംഗിൾ ഈ 60 ഡിഗ്രി ആണെങ്കിൽ അതേപോലെ ഇവിടുത്തെ ആംഗിൾ വൈയും എന്ത് തന്നെയാണ് വരുന്നത്, 60 ഡിഗ്രി ആണ്. അപ്പൊ ആ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. അതേപോലെ ഇവിടെ നോക്കിക്കേ, ഇവിടെ ആംഗിൾ F വരുന്നത് എത്രയാണ്, 80 ഡിഗ്രി ആണ്. അതേപോലെ ഇവിടുത്തെ ആംഗിൾ Z എത്ര തന്നെയാണ് വരുന്നത്, 80 ഡിഗ്രി ആണ് വരുന്നത്. ഇനി നോക്കിക്കേ, ഈ രണ്ട് ആംഗിൾ 60യും 80ന്റെയും കൂടി നടുവിൽ വരുന്ന ഈ സൈഡ് എത്രയാണ് വരുന്നത്, 4 സെന്റിമീറ്റർ ആണ്. ഇവിടെയും 16നും 18ന്റെയും കൂടി ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന ഈ സൈഡ് എത്രയാണ് വരുന്നത്, 4 സെന്റിമീറ്റർ ആണ്. അപ്പൊ രണ്ട് ആംഗിളുകളുടെ ഇടയിൽ ഒരു സൈഡ് വരുന്നു, രണ്ട് ഈക്വലായ ആംഗിളുകളുടെ ഇടയിൽ എന്ത് വരുന്നു, ഒരു സൈഡ് വരുന്നു. സോ ASA പ്രോപ്പർട്ടി വെച്ച് ആ രണ്ട് ട്രയാങ്കിൾസും എന്താണ്, ഈക്വൽ ആണ്. ഇതായിരുന്നു ആദ്യം നമ്മൾ ആ ചാപ്റ്ററിൽ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ പാരലോഗ്രാമിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. പിന്നെ ഇഫ് എന്താണ് ഡയഗണൽസ് ഓഫ് എ ക്വാഡ്രിലേറ്ററൽ ബൈസെക്ട് ഈച്ച് അതർ, അതെന്തായിരിക്കും, ക്വാഡ്രിലേറ്ററൽ ആയിരിക്കും. അങ്ങനത്തെ പ്രോപ്പർട്ടീസ് പാരലോഗ്രാമിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ പഠിച്ചത് ഡിഫറെന്റ് ഐസോസെലസ് ട്രയാങ്കിളിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് അല്ലെ. എന്തായിരുന്നു ഐസോസെലസ് ട്രയാങ്കിളിനെ കുറിച്ച് നമ്മൾ അതിൽ പഠിച്ചത്? എന്താ മക്കളെ ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ? ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഏത് ട്രയാങ്കിളിന്റെ രണ്ട് സൈഡുകൾ ഈക്വൽ ആയി വരിക. ഏതെങ്കിലും ഒരു ട്രയാങ്കിൾ, ഇപ്പൊ ABC എന്ന് പറഞ്ഞ ട്രയാങ്കിളിന്റെ ഇതൊരു 6 സെന്റിമീറ്റർ, ഇതും ഒരു 6 സെന്റിമീറ്റർ, ഇതൊരു 4 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടുത്തെ ABയുടെ മെഷർമെന്റും ഇവിടുത്തെ ACയുടെ മെഷർമെന്റും ഈക്വൽ ആണ്. ഏതെങ്കിലും രണ്ട് സൈഡുകൾ ഈക്വൽ ആയി വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും, ഐസോസെലസ് ട്രയാങ്കിൾ. ഓക്കെ, എന്താ മക്കളെ, ഇത് എല്ലാ കാലവും നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ. ഇനി അങ്ങോട്ട് പഠിക്കുമ്പോൾ 10ാം ക്ലാസ് വരെ എന്തായാലും മാത്സ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ അതിൽ പഠിക്കാനുള്ളതാണ്. അപ്പൊ ഐസോസെലസ് ട്രയാങ്കിൾ എന്താണ്? If two sides of a triangle are equal, then they are called isosceles triangle. അപ്പൊ സൈഡുകൾ മാത്രമാണോ? അല്ല, ഈ രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ ഇതിനോട് ചേർന്ന് വരുന്നതാ ഈ രണ്ട് ആംഗിൾസും സൈഡ്സ് അല്ല ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ്, ഈ രണ്ട് ആംഗിൾസും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പൊ ഐസോസെലസ് ട്രയാങ്കിൾ രണ്ട് പ്രോപ്പർട്ടി ഉണ്ട്. ഇഫ് ദീസ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ, ദ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദം ആർ ഓൾസോ ഈക്വൽ. തിരിച്ചും പറയാം,
ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ രണ്ട് സൈഡുകളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ അത് ഐസോസെലസ് ട്രയാങ്കിളുടെ പ്രോപ്പർട്ടിയാണ്. പിന്നീട് നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്തിനെ കുറിച്ചാണ്? ഇക്വിലേറ്ററൽ ട്രയാങ്കിളിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. വാട്ട് ഡു യു മീൻ ബൈ ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ? ഇവിടെ ഉള്ള പോലെയല്ല. ഇപ്പൊ ട്രയാങ്കിളിന്റെ 3 സൈഡ്സും ഈക്വൽ ആണെങ്കിൽ we will call it as an equilateral triangle. If all 3 sides of a triangle are equal, then the triangle is called an equilateral triangle. And one angle of an each angle of an equilateral triangle, equilateral triangle 3 ആംഗിൾസും എത്രയാ വരിക? 60 ഡിഗ്രി ആണ് വരുന്നത്. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എക്സാമിനേഷന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. സോ എല്ലാ ആംഗിളും എത്ര വരുന്നു? 60 ഡിഗ്രി വരുന്നു. അല്ല, നമ്മൾ ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിൾസും കൂടി കൂട്ടിയാൽ എത്രയാ വരിക? ചെറിയ ക്ലാസ് നിങ്ങൾ പഠിച്ചതാണ്. എത്രയാ വരിക? 180 ഡിഗ്രി ആണ്. എത്രയാ വരുന്നത്? 180 ഡിഗ്രി ആണ്. ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ബേസിക്കലി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ. ആൻഡ് നമുക്കിത് ബേസ് ചെയ്തിട്ടുള്ള എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരും നോക്കാം. ഈ ഐസോസെലസ് ട്രയാങ്കിളിന്റെ ഭാഗത്തു നിന്നൊക്കെ ആയിട്ട് നമുക്ക് എന്തായാലും ഒരു 2 മാർക്കിനോ അല്ലെങ്കിൽ MCQ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ്, അങ്ങനത്തേലൊക്കെ ചോദിക്കാൻ വളരെ വളരെ അധികം ചാൻസസ് ഉണ്ട്. നമുക്ക് എന്താന്നുള്ളത് നോക്കാം. ഇത് അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ മിസ് പ്രീവിയസ് ഇയറിന് തപ്പി കണ്ടുപിടിച്ചാണ് കേട്ടോ. ഇൻ ദ ഫിഗർ PQ is equal to എന്താണ്? PR. PQയും PRും എന്താണ്? ഈക്വൽ ആണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, PQയും PRും എന്താണ്? ഈക്വൽ ആണ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഇസ് ദ മെഷർ ആൻഡ് ആംഗിൾ Q is equal to 40 ഡിഗ്രി. ഇത് ആംഗിൾ Q ആണ് കേട്ടോ. ആംഗിൾ Q 40 ഡിഗ്രി ആണെങ്കിൽ വാട്ട് ഇസ് ദ മെഷർ ഓഫ് ആംഗിൾ R? ആംഗിൾ R എത്ര വരുന്നു എന്നതാ ഈ ആംഗിള്. മക്കളെ എന്താണ്? ഈ രണ്ട് സൈഡ് PQയും PR ഈക്വൽ ആണെങ്കിൽ ഇവിടെ വരുന്ന ആംഗിൾ Qവും ആംഗിൾ Rഉം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ ആംഗിൾ R എത്ര വരുന്നു? 40 ഡിഗ്രി വരുന്നു. ആൻഡ് ആംഗിൾ P എത്രയാണെന്നാ ചോദിച്ചത്? ഇതൊരു ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിളും കൂടി കൂട്ടിയാൽ 180 ആണ്. അതിൽ ഓൾറെഡി ഈ രണ്ട് ആംഗിൾസും 40 വരുന്നു. അപ്പൊ ബാക്കി എത്രയായിരിക്കും വരിക? 180 മൈനസ് ഈ രണ്ട് 40യും കൂടിയും കൂട്ടിയാൽ എത്ര വരിക? 180 മൈനസ് 40 പ്ലസ് 40, അതായത് 180 മൈനസ് 80, അതായത് ആംഗിൾ P എത്ര വരുന്നു? ആംഗിൾ P is equal to എത്രയാന്ന് കിട്ടി? 100 ഡിഗ്രി ആണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ഇതേപോലെ നമുക്ക് കണക്ട് ചെയ്ത് വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഇഫ് 2 പെയർസ്. അതിന് മുമ്പേ നമുക്ക് ഇങ്ങനെ മാത്രമല്ല കേട്ടോ, നമുക്ക് വേറെ രീതികളിലും ചോദിക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ വേറൊരു ക്വസ്റ്റ്യൻസ് ഇപ്പൊ കൈ നിട്ട് തരാം. അതായത് ഇഫ് അവർ ഫിഗർ ഇങ്ങനെ തരും, let it be the figure. ഇത് സപ്പോസ് ഒരു എന്താ പറയാ ഒരു 50 ഡിഗ്രി ആണ് അങ്ങോട്ട് വിചാരിക്കുക. ABCB ട്രയാങ്കിൾ വിത്ത് അല്ലെങ്കിൽ ABC in the figure AB is equal to AC. AB is equal to AC and angle A is equal to എത്രയാണ്? 50 ഡിഗ്രി എന്ന് തന്നു. അങ്ങനെയാണെങ്കിൽ find angle B and C. ആംഗിൾ ബിയും ആംഗിൾ സിയും കണ്ടെത്താൻ ചോദിക്കും. നോക്കിക്കേ, ഇവിടത്തേതനുസരിച്ച് AB-യും AC-യും എന്താണ്? ഈക്വൽ ആണ്. AB-യും AC-യും ഈക്വൽ ആണെങ്കിൽ ഇത് എന്ത് ട്രയാങ്കിൾ ആയി മാറി? ഐസോസെലസ് ട്രയാങ്കിൾ ആയി മാറി. ഐസോസെലസ് ട്രയാങ്കിൾ ആവുകയാണെങ്കിൽ ഈ രണ്ട് ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആവണം. ഇത് 50 ഡിഗ്രി ആണ്. ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിളും കൂടി കൂട്ടിയ 180. അപ്പൊ 180 ഈ 50 എന്ത് ചെയ്യുക? ഒഴിച്ചങ്ങോട്ട് കളയാ. അപ്പൊ 180 മൈനസ് 50 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വന്നു? 180 മൈനസ് 50 is 130 ഡിഗ്രി എന്ന് വന്നു. ഈ 130 നോക്കിക്കേ, ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ രണ്ട് പകുതിയാക്കണം അല്ലെ. അപ്പൊ 130/2 അങ്ങോട്ട് ചെയ്താൽ മതി. 130/2 ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയാ വരിക? 65 ഡിഗ്രി. സോ ആംഗിൾ ബിയും 65 ഡിഗ്രി ആയിരിക്കും, ആംഗിൾ സിയും 65 ഡിഗ്രി ആയിരിക്കും. ഇങ്ങനത്തെ ഒരു സിമിലർ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. കുറച്ച് അങ്ങോട്ടേക്ക് ലാസ്റ്റിന്റെ ഭാഗത്തേക്കായിട്ട് അത് നോക്കുക. ആ ഭാഗത്തുള്ള എല്ലാ ക്വസ്റ്റ്യനും നോക്കുക. അതിൽ ഏതെങ്കിലും ഒന്ന് ഷുവർ ആയിട്ടും ചോദിച്ചിരിക്കും. ഓക്കെ, so we are moving to next question. എന്താ തന്നിരിക്കുന്നത്? write 2 pairs of equal triangles അല്ലെങ്കിൽ equal angle. write the 2 pairs of equal angles in the given triangle. ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആയിട്ട് വരുന്ന ആംഗിൾസ് ഏതൊക്കെയാന്നുള്ളതാ. മക്കളെ, ഈ രണ്ട് ട്രയാങ്കിളും നിങ്ങൾ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിന്റെ സൈഡ്സ് ഒന്ന് 6 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 7 സെന്റിമീറ്റർ. ഇവിടെയും 6 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 7 സെന്റിമീറ്റർ. ചുരുക്കി പറഞ്ഞാൽ ഈ ആദ്യത്തെ ട്രയാങ്കിളിന്റെ എല്ലാ സൈഡ്സും രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ എല്ലാ സൈഡ്സിനോടും എന്തായിട്ട് വരുന്നുണ്ട്? ഈക്വൽ ആയി വരുന്നുണ്ട്. അതായത് ട്രയാങ്കിൾ XYZ എന്തിനോട് ഈക്വൽ ആണ്? ട്രയാങ്കിൾ. അത് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേ, എക്സ് എന്ന് പറഞ്ഞാൽ 6-ന്റെയും 7-ന്റെയും ഇടയിൽ കിടക്കുന്ന ആംഗിൾ ആണ് എക്സ് എന്ന് പറയുന്നത്. അതേപോലെ 6-ന്റെയും 7-ന്റെയും ഇടയിൽ കിടക്കുന്ന ആംഗിൾ ഏതാ? ആംഗിൾ ആർ. അപ്പൊ എക്സിന് നേരെ വരുന്നത് ആംഗിൾ ആർ ആയിരിക്കും. അതേപോലെ തന്നെ ഇവിടെ നോക്കിക്കേ,
6-ന്റെയും 4-ന്റെയും ഇടയിൽ കിടക്കുന്ന ആംഗിൾ ആണ് എന്ത് y. അതേപോലെ 6-ന്റെയും 4-ന്റെയും ഇടയിൽ കിടക്കുന്ന ആംഗിൾ ഏതാ? ആംഗിൾ P. അപ്പോൾ yക്ക് നേരെ എന്ത് വരും? P. ബാക്കി ഇവിടെ എന്താ വരിക? Q. ഓക്കെ, അപ്പൊ ഇവിടുന്ന് ഈക്വൽ ആയ ആംഗിൾസ് 2 പെയർ വേണ്ട, നമുക്ക് 3 തന്നെ പറയാം. ആംഗിൾ എക്സ് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ആംഗിൾ ആറിനോട് ഈക്വൽ ആയിരിക്കും. കാരണം എക്സ് എന്ന് പറയുന്നത് 6-ന്റെയും 7-ന്റെയും ഇടയിലാണ്, ആർ എന്ന് പറയുന്നതും 6-ന്റെയും 7-ന്റെയും ഇടയിലാണ്. ആംഗിൾ വൈ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ആംഗിൾ പിനോട് ഈക്വൽ ആയിരിക്കും. വൈ എന്ന് പറയുന്നത് 6-ന്റെയും 4-ന്റെയും ഇടയിലാണ്, 6-ന്റെയും 4-ന്റെയും ഇടയിൽ ഇവിടെ കിടക്കുന്നത് ഏതാ? പി ആണ്. ആൻഡ് ആംഗിൾ സെഡ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ആംഗിൾ ക്യൂവിനോട് ഈക്വൽ ആയിരിക്കും. കാരണം സെഡ് എന്ന് പറയുന്നത് നോക്കിക്കേ 7-ന്റെയും 4-ന്റെയും ഇടയിലാണ്, ഇവിടെ 7-ന്റെയും 4-ന്റെയും ഇടയിൽ ഏതാ കിടക്കുന്നത്? ആംഗിൾ ക്യൂ. അപ്പൊ ഈക്വൽ ആയിട്ടുള്ള പെയർ ഓഫ് ആംഗിൾസ് നമുക്ക് എന്ത് ചെയ്തു? അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. സോ അതിന്റെ ബേസിസിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഐ ഹോപ്പ് യു ക്യാൻ സീ. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ? ഇൻ ദ ഫിഗർ ആംഗിൾ എ ആൻഡ് ആംഗിൾ ബി ആർ ഈക്വൽ. ഈ ഫിഗറിൽ 2 ആംഗിൾസും ഈക്വൽ ആണ്. ആംഗിൾ എ ഈക്വൽ ആണ്, ആംഗിൾ ബിയും അതേപോലെ തന്നെ എന്താണ്? ഈക്വൽ ആണ്, ഈക്വൽ ആയ ആംഗിൾസ് ആണ്. ആംഗിൾ സി ഈസ് 12 ഡിഗ്രി സ്മോളർ ദാൻ ആംഗിൾ എ. ആംഗിൾ സി എന്ന് പറയുന്നത് ആംഗിൾ സി ഈസ് 12 ഡിഗ്രി സ്മോളർ ദാൻ ആംഗിൾ എ. ആംഗിൾ എനേക്കാളും 12 ഡിഗ്രി സ്മോളർ എന്ന് പറയുമ്പോൾ കുറവാണ്. അപ്പോൾ ഒന്ന് ആലോചിക്കണം, ആംഗിൾ എ എക്സ് ആണെന്ന് വിചാരിക്കുക. ആംഗിൾ എ എക്സ് ആണെങ്കിൽ ആംഗിൾ എ എന്താണ്? എക്സ് ആണെങ്കിൽ ആംഗിൾ ബിയും എന്ത് തന്നെയായിരിക്കും? എക്സ് തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ആംഗിൾ സി? ആംഗിൾ സിനെ കുറിച്ച് ഇവിടെ കൃത്യമായി പറയുന്നുണ്ട്. ആംഗിൾ എനേക്കാളും 12 ഡിഗ്രി സ്മോളർ, കുറവ്. അപ്പൊ ആംഗിൾ എ എക്സ് ആണെങ്കിൽ ഇവിടെ എന്ത് വരും? കുറവ് എന്ന് പറയുമ്പോൾ മൈനസ്, എക്സ് മൈനസ് 12 എന്ന് വന്നു. ഫൈൻഡ് ദ മെഷർ ഓഫ് ആംഗിൾ എ ആൻഡ് സി. ആംഗിൾ എയും സിയും കണ്ടെത്താൻ എളുപ്പല്ലേ? ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിൾസും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി. അപ്പോൾ ഒന്നാക്കണേ, ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ചെയ്താൽ 180 ഡിഗ്രി. ആംഗിൾ എ എക്സ് ആണെന്നറിയാം, പ്ലസ് ആംഗിൾ എയും ബിയും ഈക്വൽ ആയതുകൊണ്ട് ബിയും എക്സ് ആണെന്നറിയാം. ആംഗിൾ സി ഇത് അപ്പം നമ്മൾ എഴുതി എന്താണ്? എക്സ് മൈനസ് 2, ഇതെല്ലാം കൂടി 12, ഇതെല്ലാം കൂടി കൂട്ടിയാൽ 180. എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ്, 3 എക്സ് ഒരുമിച്ച് ആഡ് ചെയ്താൽ 3x. അപ്പൊ 3x is equal to ഇവിടെ 180 ഉണ്ട്, ഇവിടുത്തെ -12 ഇപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് അത് എന്തായി മാറും? പ്ലസ് 12 ആയി മാറും. അപ്പൊ ആഡ് ചെയ്യുന്ന സമയത്ത് എന്താ ഉണ്ടാവുക? എക്സ് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ 3x ഇസ് ഈക്വൽ ടു 180 പ്ലസ് 12 192. അതായത് എക്സ് ഇസ് ഈക്വൽ ടു എത്രയാ വരിക? 192 ഡിവൈഡഡ് ബൈ 3. 192 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ ആൻസർ എത്ര വരിക? 60. 192 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ 6 ആർ 18 ഡിവൈഡഡ് ബൈ റിമൈനിങ് 1 2 ഇങ്ങോട്ടേക്ക് താഴേക്ക് ഇടുമ്പോൾ 12 3 4 ടൈംസ്. സോ 64 ഡിഗ്രി. ആംഗിൾ എക്സ് എത്രയാന്ന് കിട്ടി? 64 ഡിഗ്രി. അതായത് ആംഗിൾ എയും ആംഗിൾ ബിയും എക്സ് ആണ്, അത് എത്ര കിട്ടി? 64 ഡിഗ്രി ആണെന്ന് കിട്ടി. ആൻഡ് ആംഗിൾ സി അവിടെ നിന്ന് അറിയാം എന്താണ്? എനേക്കാളും 12 ഡിഗ്രി കുറവ്. അപ്പൊ 64 മൈനസ് 12 ആൻസർ എത്ര കിട്ടി? 52 ഡിഗ്രി ആണ് ആംഗിൾ സി എന്ന് കിട്ടി. സോ ഇതിനോട് സിമിലർ ആയിട്ട് വരുന്ന പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എക്സാമിനേഷന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക? അത് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക, എന്നിട്ട് ആൻസർ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ ഇടുക. തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ഒക്കെ മിസ് എന്ത് ചെയ്യാം? റിപ്ലൈ തരുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിലും അതും നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യനും റിലേറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അതേപോലെ നിങ്ങൾക്ക് വേറെ 1-2 ക്വസ്റ്റ്യനും കൂടി മിസ് തരാം. നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക കേട്ടോ. അതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യനും നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, നൗ വി ആർ മൂവിങ് ടു നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇത് നമ്മളുടെ ഐസോസിലിസ് ട്രയാങ്കിൾ ബേസ് ചെയ്തിട്ട് വരുന്ന ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കുക. ഇൻ ട്രയാങ്കിൾ എ ബി സി എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. എന്നിട്ട് എന്താ പറഞ്ഞത്? എ ബി ഈക്വൽ ടു എ സി. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം എ ബിയും എ സിയും എത്രയാണ് വരുന്നത്? 10 സെന്റിമീറ്റർ ആണ് വരുന്നത് എന്നുള്ള ക്വസ്റ്റ്യന്റെ കിവണാണ്. ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത്? എം ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് ബി സി. എം എന്ന് പറയുന്നത് ബി സിയുടെ സെന്റർ മോസ്റ്റ് പോയിന്റ് ആണ് അവിടെ ക്വസ്റ്റ്യന്റെ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ആംഗിൾ എ എം ബി എത്രയാണെന്നാണ് ചോദിച്ചിട്ട്. ആംഗിൾ എ എം ബി, അതായത് ഈ ആംഗിൾ എത്രയാന്നുള്ളതാണ്. നിങ്ങൾ ഉറപ്പിച്ച് നിർബന്ധിച്ച് അല്ലെങ്കിൽ ഓർമ്മ വെച്ച് പഠിക്കേണ്ട ഒരു സാധനമാണ്. ഐസോസിലസ് ട്രയാങ്കിളുടെ കേസിലും ഇക്വലേറ്ററൽ ട്രയാങ്കിളുടെ കേസിലും എന്താണ്? ഐസോസിലസ് ട്രയാങ്കിളുടെ കേസിലും ഇക്വലേറ്ററൽ ട്രയാങ്കിളുടെ കേസിലും
ട്രയാങ്കിളിന്റെ ഒരു വേർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റ്, നടുവിൽ കിടക്കുന്ന മിഡ് പോയിന്റിലേക്ക് ഒരു ലൈന് വരച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി പെർപെൻഡിക്കുലർ. അത് പെർപെൻഡിക്കുലർ ആയിരിക്കും. അത് ഉറപ്പായിട്ടും ഐസോസിലസിന്റെയും ഇക്വിലേറ്ററിന്റെയും പ്രോപ്പർട്ടിയാണ്. ഇതേപോലെ തിരിച്ചും പറയാം. എന്താണ്? ഒരു ട്രയാങ്കിളിന്റെ വേർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ അത് ഐസോസിലസിന്റെയും ഇക്വിലേറ്ററിന്റെയും കേസിൽ ആ പോയിന്റ് അതിന്റെ എന്തായിരിക്കും? മിഡ് പോയിന്റ് ആയിരിക്കും. അപ്പൊ തിരിച്ചും മറിച്ചും പറയാൻ പറ്റുന്ന റിസൾട്ടാണ്. ഒരു ഐസോസിലസ് ട്രയാങ്കിളിന്റെയും ഇക്വിലേറ്ററിന്റെയും ട്രയാങ്കിളിന്റെയും കേസിൽ ടോപ്പ് വേർട്ടെക്സിൽ നിന്നും മിഡ് പോയിന്റിലേക്ക് ലൈൻ വരച്ചാൽ അത് പെർപെൻഡിക്കുലർ ആണ്. അതേപോലെ ടോപ്പ് വേർട്ടെക്സിൽ നിന്നും എന്താണ് പെർപെൻഡിക്കുലർ വരച്ചാൽ അത് മിഡ് പോയിന്റിലായിരിക്കും ടച്ച് ചെയ്യാം. ഈ രണ്ട് കാര്യങ്ങളും ഓർക്കുക. അപ്പൊ ആംഗിൾ എ എം ബി എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ എത്ര വരിക? ഇപ്പൊ ഞാൻ പറഞ്ഞ റിസൾട്ട് അനുസരിച്ച് എത്ര വന്നു? 90 ഡിഗ്രി വന്നു. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ എമ്മിന്റെ ലെങ്ത് ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ട്രയാങ്കിൾ അങ്ങോട്ട് കൺസിഡർ ചെയ്താൽ മതി. ആ ട്രയാങ്കിൾ, കുഞ്ഞു ട്രയാങ്കിൾ ഞാൻ ഇങ്ങോട്ടേക്ക് വരച്ചെടുക്കുമ്പോൾ ഇത് എ, ഇത് എം, ഇത് ബി, ഇത് 6 സെന്റിമീറ്റർ, ഇത് 10 സെന്റിമീറ്റർ, ഇവിടെ 90 ഡിഗ്രി. ഈ ഒരു പീസ് ഓഫ് ട്രയാങ്കിൾ, ഈ ട്രയാങ്കിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? ഒരു ആംഗിൾ 90 വന്നാൽ റൈറ്റ് ട്രയാങ്കിൾ ആണ്. റൈറ്റ് ട്രയാങ്കിൾ നമ്മൾ പണ്ട് പഠിച്ചൊരു പ്രോപ്പർട്ടി ഉണ്ട്, ഒരാളെ പേര് വെച്ച് പഠിച്ച പ്രോപ്പർട്ടി. എന്താ അതിന്റെ പേര്? പൈതഗോറസ് തിയറം അല്ലെ? പൈതഗോറസ് തിയറം. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റും? ഹൈറ്റ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് തൽക്കാലം ഇതിനെ h എന്നല്ല, ഓൾട്ടിറ്റ്യൂഡ് അല്ല, a എന്നങ്ങോട്ട് വിളിക്കാം. എന്തായിരുന്നു പൈതഗോറസ് തിയറം? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ. അപ്പൊ നമുക്കത് യൂസ് ചെയ്യാം. ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ്, ബേസ് ഇവിടെ എത്ര വരുന്നത്? 6 സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് a ആണ്, a സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടിന്യൂസ് എന്താ വരുന്നത്? 10 ആണ്, 10 സ്ക്വയർ. 6 സ്ക്വയർ 36 പ്ലസ് a സ്ക്വയർ is equal to 10 സ്ക്വയർ എന്താണ്? 100 ആണ്. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ is equal to ഇവിടെ 100 ഉണ്ട്, പ്ലസ് 36 ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 36 എന്ന് വരും. അപ്പൊ അതായത് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 64 എന്ന് വരും. അപ്പൊ എ ഈക്വൽ ടു √64 ആവും. √64 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏത് നമ്പർ സ്ക്വയർ ചെയ്താലാ 64 വരുന്നത്? 8ന്റെ സ്ക്വയർ ആണ് 64. അപ്പൊ എ എന്ന് പറഞ്ഞത് എത്രയാന്ന് കിട്ടി? 8 ആന്ന് കിട്ടി. അപ്പൊ ഈ ഓൾട്ടിറ്റ്യൂഡ് എ എം എത്രയാണ്? 8 സെന്റിമീറ്റർ ആണ് അവിടുന്ന് ആൻസർ ആയി. ആൻഡ് വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് ബി സി? മക്കളെ എം ഇവിടെ എന്താന്നാ പറഞ്ഞത്? മിഡ് പോയിന്റ്. എന്തിന്റെ? ബി സി. ഈ ടോട്ടൽ ബി സിയുടെ നടുവിൽ കിടക്കുന്ന പോയിന്റ് ആണ് എം. ബി മുതൽ എം വരെ 6 ആണെങ്കിൽ എം മുതൽ സി വരെയും എന്തെന്നെയാ വരിക? 6. അപ്പൊ ബി സിയുടെ ലെങ്ത് ടോട്ടൽ എത്ര വരിക? 6 + 6. ആൻസർ എത്ര കിട്ടി? 12 സെന്റിമീറ്റർ. അപ്പൊ ഇതുപോലത്തെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓണം എക്സാമിനോ അല്ലെങ്കിൽ ഹാഫ് ഇയർലിക്ക് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഐസോസിലസ് ട്രയാങ്കിൾ ബേസ് ചെയ്തിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഐസോസിലസിന്റെ ഈ പോർഷനിലേക്ക് എത്തുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു ഫിഗർ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നതാണ് കേട്ടോ. സോ നമ്മൾ ബാക്കി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ആൻഡ് ദിസ് ഇസ് എ വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ കാണാൻ പറ്റും ഒരു 3 ഫിഗർ ആയിട്ട് ഇതേപോലത്തെ ഒരു ഫിഗർ വരുന്നുണ്ട് ഇല്ലേ? അപ്പോൾ അതിൽ എല്ലാ ക്വസ്റ്റ്യനും, ഈ ഫിഗർ ബേസിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യനും പഠിച്ചു വെച്ചോളാം. 3 മാർക്കിന് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. എല്ലാ വർഷവും ചോദിക്കുന്നതാണ്. സോ വളരെ വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ എന്താണെന്നുള്ളത് നോക്കാം. ഇത് മിസ് പ്രീവിയസ് ഇയറിന് എടുത്തിട്ടുള്ള ചോദ്യമാണ്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താണ്? ഇൻ ഫിഗർ ABCD is a parallelogram. ABCD എന്താണ്? ഒരു പാരലോഗ്രാം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ CAD ഈക്വൽ ടു 25 ഡിഗ്രി. CAD എന്ന് പറഞ്ഞാൽ ഇത് എത്ര വരുന്നുണ്ട്? നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല, ഞാൻ എന്ത് ഒന്ന് സൂം ആക്കി എഴുതാം. ആംഗിൾ CAD എത്ര വന്നു? 25 ഡിഗ്രി ആണ്. ആംഗിൾ ACD 55 ഡിഗ്രി. ACD എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ കണ്ടോ, ഈ ആംഗിൾ എത്ര വന്നു? 55 ഡിഗ്രി ആണ് വന്നു. വാട്ട് ഈസ് ആംഗിൾ ADC? ADC എന്ന് പറയുമ്പോൾ ആംഗിൾ ഇത് ഈ ആംഗിൾ ആണ് കണ്ടെത്തേണ്ടത്. എളുപ്പല്ലേ? അതൊരു ട്രയാങ്കിൾ അല്ലേ? ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിൾസും കൂടി കൂട്ടിയാൽ എത്രയാ? 180. അപ്പോൾ 180 എന്ത് ചെയ്യുക? ഈ 2 ആംഗിളും കുറയ്ക്കുക. -25 -55 അല്ലെങ്കിൽ 180 മൈനസ് എന്ത് ചെയ്യുക? 25ഉം 55ഉം കൂടി ആഡ് ചെയ്ത് അതിൽ നിന്ന് അങ്ങോട്ട് കുറച്ചാൽ മതി. അപ്പൊ എത്രയാ വരിക? 180 - 25 + 55. ആൻസർ എത്ര വന്നു? 180 - 80. 180 - 80 എത്ര വന്നു? 100 ഡിഗ്രി. അപ്പൊ ആംഗിൾ ADC എത്രയാന്ന് കിട്ടി? 100 ഡിഗ്രി ആന്ന് കിട്ടി. ആൻഡ് വാട്ട് ഇസ് ആംഗിൾ ABC? ABC ഈ ആംഗിൾ എന്താണ് ചോദിച്ചത് മക്കളെ?
ABCD എന്താണ്? പാരലലോഗ്രാം ആണ്. പാരലലോഗ്രാമിന്റെ നമ്മൾ ആംഗിൾ വെച്ച് പഠിച്ച ഒരു ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി ഉണ്ട്. എന്താ പ്രോപ്പർട്ടി? ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ആംഗിൾ ഡിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നതല്ലേ ആംഗിൾ ബി എന്ന് പറയുന്നത്. സോ ഇത് 100 ആണെങ്കിൽ ഇവിടെയും എന്ത് വരും? 100 ഡിഗ്രി കിട്ടും. സോ ഇതിന്റെ ബേസിസിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും, ഈ ഫിഗർ പോലെ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ പഠിക്കുക. ദേ ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 3 മാർക്കിന് നിങ്ങൾക്ക് എക്സാമിനേഷന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ. ഓക്കെ, സോ വി ആർ മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതാ കണ്ടോ, അതുപോലത്തെ വേറൊരു ചോദ്യം എന്താ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് വേറൊരു ക്വസ്റ്റ്യൻ ആണ്, നോക്കണേ. ഇതും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇൻ ദ ഫിഗർ PQRS ഇസ് എ ക്വാഡ്രിലേറ്റർ. പാരലലോഗ്രാം അല്ലേ, ക്വാഡ്രിലേറ്റർ ആണെന്നാ പറഞ്ഞത്. PR is one of the diagonal. അറിയില്ലേ ഡയഗണൽ എന്താന്നുള്ളത്? വികരണം അല്ലെ. അപ്പൊ PR എന്ന് പറയുന്നത് ഒരു ഡയഗണൽ ആണ്. ഫൈൻഡ് ദ മെഷേഴ്സ് ഓഫ് ആംഗിൾ PSR. ഇതിൻ്റെ ഈ മെഷർമെന്റ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ആൻഡ് QPR എന്ന് പറയുമ്പോൾ ഏതാ QPR വരുന്നത്? QPR എന്ന് പറയുമ്പോൾ ഇതാണ് QPR. അതുമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഫൈൻഡ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഫൈൻ ആംഗിൾ PSR എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിൾസും കൂടി കൂട്ടിയാൽ 180 ആണ്. അപ്പോൾ 180 മൈനസ് ഈ രണ്ടെണ്ണം കൂട്ടുമ്പോൾ 30 + 40 70. 180 മൈനസ് 70 ചെയ്യുമ്പോൾ 110 ഡിഗ്രി. അപ്പോൾ ഇത് എത്ര വന്നു? ആംഗിൾ PSR 110 ഡിഗ്രി എന്ന് വന്നു. ഇതും അതേപോലെ ഇതൊരു ട്രയാങ്കിൾ ആണ്. എല്ലാ ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിൾസും കൂടി കൂട്ടിയാൽ 180 ആണ്. ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഈ ട്രയാങ്കിൾ നോക്കിയാൽ മതി. ഇവിടെ 40, ഇവിടെ 30, ഇവിടെ 110. അപ്പോൾ ഇവിടെ 30, ഇവിടെ 110 ആണെങ്കിൽ ഒബ്വിയസ്ലി ഇത് എത്ര വരണം? 40 വരണം. ഓക്കെ അല്ലേ? ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദ ക്വാഡ്രിലേറ്ററൽ PQRS. ഇതിന്റെ പെരിമീറ്റർ കാണാനാണ് പറഞ്ഞത്. ഈ ഒരു ഫിഗർ നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ 110, ഇവിടെയും 110. ഇനി ഇത് ടോട്ടൽ എടുക്കുകയാണെങ്കിൽ 30 + 40 70 ഡിഗ്രി അല്ലേ. അതേപോലെ ഇത് ടോട്ടൽ എടുക്കുകയാണെങ്കിൽ 30 + 40 70 ഡിഗ്രി. അതായത് ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ്? ഈക്വൽ ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ഇത് എന്തായി മാറാനാണ് ചാൻസ്? പാരലലോഗ്രാം അല്ലെ. ദ ഓപ്പോസിറ്റ് angles of a quadrilateral are equal, then they are called a parallelogram. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ അറിയാതെ നമ്മൾ പറഞ്ഞു പോയി കഴിഞ്ഞു. അപ്പോൾ അതെന്താണ്? ഈ ഫിഗർ ഒരു പാരലലോഗ്രാം ആണ്. എന്താ പാരലലോഗ്രാമിന്റെ പ്രോപ്പർട്ടി? എല്ലാ ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ PS ഇവിടെ 6 സെന്റിമീറ്റർ ആണെങ്കിൽ നോക്കണേ, PS എന്താണ്? PS ഇവിടെ 6 സെന്റിമീറ്റർ ആണെങ്കിൽ PS 6 സെന്റിമീറ്റർ ആണെങ്കിൽ QR എത്ര തന്നെ വരും? 6 സെന്റിമീറ്റർ തന്നെ വരും. അതേപോലെ തന്നെ നോക്കിക്കേ, ഇവിടെ എന്താണ്? ഇവിടെ PQ എത്രയാണ്? 7 സെന്റിമീറ്റർ ആണെങ്കിൽ SR എത്ര തന്നെയായിരിക്കും വരിക? 7 സെന്റിമീറ്റർ തന്നെ വരും. അപ്പൊ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചുറ്റളവ്. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ആ ചുറ്റുള്ള അളവല്ല, ചുറ്റുള്ള സൈഡ്സ് എല്ലാം കൂടി അങ്ങോട്ട് കൂട്ടുമ്പോൾ എത്ര വരിക? 7 + 7 + 3 6 + 6 എത്രയാ വരുന്നത്? 14 + 12. 14 + 12 എന്ന് പറയുമ്പോൾ ആൻസർ 28 സെന്റിമീറ്റർ. സോ പെരിമീറ്റർ കിട്ടി 28 സെന്റിമീറ്റർ. മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സ്യൂട്ടബിൾ നെയിം ഫോർ ദ ക്വാഡ്രിലേറ്റർ. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്താണത്? പാരലലോഗ്രാം. ഓക്കെ, അപ്പൊ ഇതുപോലത്തെ ഈ ഫിഗറിന്റെ ബേസിസിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യനും എന്ത് ചെയ്യുക? കണ്ടുപിടിച്ച് എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ ചെയ്യുക. കണ്ടോ, അതാ ടെക്സ്റ്റിലുള്ള ചോദ്യം. ഇത് നിങ്ങൾക്ക് സ്കൂളൊക്കെ എടുത്തിട്ടുണ്ടാവും അല്ലേ? അതെന്ത് ചെയ്യുക? ഒന്നും കൂടി സ്ട്രെസ് ചെയ്ത് പഠിക്കുക. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അതേപോലെ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയിട്ട് പോവുക. ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു ചോദ്യം ഉണ്ടെങ്കിൽ അത് ഇതായിരിക്കും. ഓക്കെ, സോ അതെന്ത് ചെയ്യുക? നോക്കുക കേട്ടോ. നമ്മൾ മൂവിങ് ടു നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതുപോലത്തെ ഒരു ഫിഗർ നിങ്ങളുടെ ടെക്സ്റ്റ് കിടക്കുന്നുണ്ട് അല്ലേ? ഇതേപോലെ ഒരു ഫിഗർ വരുന്നുണ്ട്. പക്ഷേ ഈ ആംഗിൾ മാത്രമേ ചെറിയ വ്യത്യാസം വരുന്നുള്ളൂ. പക്ഷെ ഇതൊരു പ്രീവിയസ് പേപ്പറിൽ നിന്ന് ഞാൻ എടുത്ത ക്വസ്റ്റ്യൻ ആണ്. അതേ മോഡലുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് എക്സാമിനേഷന് പ്രതീക്ഷിക്കുക കേട്ടോ. നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്, സാധ്യതകളാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കാം. എന്താ ക്വസ്റ്റ്യൻ? ഇൻ ദ ഫിഗർ O is the center of the circle. ഈ സർക്കിളിന്റെ സെന്റർ ആണ് O. A, B, C are points on the circle. എയും ബിയും സിയും ഒക്കെ ഏതാ സർക്കിളിൽ കിടക്കുന്നു? B സർക്കിളിൽ കിടക്കുന്നു, C സർക്കിളിൽ കിടക്കുന്നു. ആംഗിൾ AOB, ആംഗിൾ AOC 120 ഡിഗ്രി തന്നിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോന്നും കണ്ടുപിടിക്കണം. ആംഗിൾ BOC = ഡാഷ്. ആദ്യം BOC എന്ന് നോക്കാം. BOC ഈ ആംഗിൾ എത്രയാണ് മക്കളെ? ഈ ഒരു വട്ടം ചുറ്റുമ്പോൾ, ഈ ഒരു വട്ടം ചുറ്റിക്കഴിഞ്ഞാൽ അത് എത്ര വരിക? 360 ഡിഗ്രിയാണ് വരിക അല്ലെ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം. 360ൽ ഇത് 120, ഇത് 120 വന്നു കഴിഞ്ഞു. അപ്പൊ ബാക്കി എത്ര ഉണ്ടാവും നോക്കാം. 360 - 120 + 120 എത്ര വരിക?
360 മൈനസ് 240. 360 240 കുറച്ചാൽ 120 ഡിഗ്രി. അപ്പൊ ആംഗിൾ ബി ഒ സി ആംഗിൾ ബി ഒ സി എത്ര കിട്ടി? 120 ഡിഗ്രി. അത് അവിടുന്ന് കഴിഞ്ഞു. ഇനി ആംഗിൾ ബി എ സി, ബി എ സി ഈ ആൻസർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിനൊരു ട്രിക്കൊക്കെ ഉണ്ട്, പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങളത് പഠിക്കാനായിട്ടില്ല. നമുക്ക് അതിന് മുമ്പ് ഇത് എങ്ങനെ ഫൈൻഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം. കാരണം ഇതിപ്പോൾ നിങ്ങൾക്ക് ഈക്വൽ ആയതുകൊണ്ടാണ്. ഈക്വൽ അല്ലെങ്കിൽ ചെയ്യാനും അറിയണ്ടേ, നമുക്ക് ഈ ഉള്ളിലുള്ള ആംഗിളൊക്കെ ചോദിച്ചാൽ അറിയണ്ടേ. അപ്പം അതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ പഠിക്കണേ. അപ്പം നോക്കണേ. അപ്പം ഇത് നോക്കിക്കേ, ഞാൻ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഒ എയും ഒ ബിയും എന്താണ്? സർക്കിളിന്റെ റേഡിയസ് ആണ്. റേഡിയസ് ആണെങ്കിൽ ഈക്വൽ ആണ്. അപ്പോൾ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് സൈഡും ഈക്വൽ ആണെങ്കിൽ അത് എന്ത് ട്രയാങ്കിൾ ആയി മാറി? ഐസോസ്ലെസ് ട്രയാങ്കിൾ ആയി. ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണെങ്കിൽ ഈ രണ്ട് ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈ രണ്ട് ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. എത്രയാന്നുള്ളത് കണ്ടുപിടിച്ചൂടെ? നോക്കിക്കേ, 180 ട്രയാങ്കിളിന്റെ 3 ആംഗിൾ കൂട്ടിയ 180. 180ന്ന് 120 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര വരും? 60. ഈ 60നെ 2 പകുതിയാക്കുമ്പോൾ അത് എത്രയാ വരിക? ഇത് 30 ഡിഗ്രി വരും, ഇതും എത്ര വരും? 30 ഡിഗ്രി വരും. സോ ഈ ആംഗിളും 30 ഡിഗ്രി. ഇതേപോലെ ഇവിടെ ചെയ്യുമ്പോൾ ഇതും എത്രയാ വരിക? 30 ഡിഗ്രിയാണ്. ഇതും എത്ര വരും? 30 ഡിഗ്രി എന്നുള്ളത് നമുക്ക് അവിടുന്ന് എന്താണ് സിമിലർലി ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഇതേപോലത്തെ ട്രയാങ്കിൾ ആയതുകൊണ്ട് അതും 30 ഡിഗ്രി വരും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ആംഗിൾ ബി എ സി എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മളുടെ ആംഗിൾ ബി എ സി. ഇത് അപ്പൊ അത് എത്ര വരിക? 30 + 30 അത് എത്ര വന്നു? 60 ഡിഗ്രി. ഏകദേശം നോക്കിക്കേ, ഇവിടെ 120 നോക്കണേ, ഇത് 120, ഇത് 60. എന്തെങ്കിലും ബന്ധം തോന്നുന്നുണ്ടോ? 120 60. അതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ ആംഗിൾ ബി ഒ സി ആൻഡ് ബി എ സി? 120ന്റെ പകുതിയാണ് 60. അപ്പൊ നമുക്ക് എന്ത് പറയാം? ആംഗിൾ ബി ഒ സിയുടെ ഹാഫ് ഓഫ് ആംഗിൾ ബി ഒ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി എ സി. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടും പ്രത്യേകതയാണ് കേട്ടോ. സോ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നോക്കാം. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഇതേപോലത്തെ ഒരു ചോദ്യം. മിസ് കാണിച്ചാൽ എവിടെയോ മിസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് വെച്ച് നോക്കാം. കണ്ടല്ലോ, இந்த ചോദ്യം. ഈ ചോദ്യമാണ് ഞാൻ പറഞ്ഞത്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നോക്കുക, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. കാരണം അതിനെ ബേസ് ചെയ്ത് മിസ്സിന് കുറച്ച് കാര്യം പറയുന്നുണ്ട്. നോക്കിക്കേ, ഒരു സർക്കിളിന്റെ നോക്കണം, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? കോഡ് അല്ലെ. എനി ലൈൻ സെഗ്മെന്റ് ജോയിനിങ് എനി 2 points ഓഫ് ദ സർക്കിൾ ഈസ് കോൾഡ് എ കോഡ്. ഇത് സർക്കിളിന്റെ സെന്റർ O. അപ്പോൾ അതിൽ ഈ സർക്കിളിന്റെ സെന്ററിൽ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾ ഇത് ഉറപ്പിച്ചോ, ഇത് എന്ത് ട്രയാങ്കിൾ ആയിരിക്കും? ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഇത് ബേസ് ചെയ്തിപ്പം ഇതിന്റെ റേഡിയസ് ഒരു 3 സെന്റിമീറ്റർ അങ്ങോട്ട് തന്നു വിചാരിക്കുന്നത്. 3 സെന്റിമീറ്റർ. അതൊരു ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ഒരു പറയാണേ. റേഡിയസ് ഓഫ് ദ സർക്കിൾ ഇസ് 3 സെന്റിമീറ്റർ. സെന്റർ ഇസ് അറ്റ് O. ആംഗിൾ AOB ഈക്വൽ ടു 60 ഡിഗ്രി. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻ അല്ലെങ്കിൽ നെയിം ദ ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിന്റെ ടൈപ്പിന്റെ പേര് എന്താണ്? ഞാൻ പറഞ്ഞു 60 വന്നാൽ അത് എന്ത് ട്രയാങ്കിളാ? ഇക്വിലേറ്റർ. അത് എന്തുകൊണ്ടാണ് ഞാൻ ഇക്വിലേറ്റർ എന്ന് പറയാൻ കാരണം അറിയോ? ഇത് ഈ രണ്ട് സൈഡ്സും നോക്കിക്കേ, ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആണ്. ആ രണ്ട് സൈഡും ഈക്വൽ ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഐസോസെലസ് ട്രയാങ്കിൾ പ്രോപ്പർട്ടി അനുസരിച്ച് അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിൾസും കൂടി കൂട്ടിയ 180. ആ 180 ഈ 60 അങ്ങോട്ട് കുറച്ചേ. 180 60 കുറച്ചാൽ ബാക്കി 120. അതിന് ഈ രണ്ട് ഈക്വൽ ആക്കണം. 120നെ 2 പകുതിയാക്കുന്ന സമയത്ത് അത് എത്രയാ വരിക? 60 ഡിഗ്രി. അപ്പൊ ഇതും 60 ഡിഗ്രി, ഇതും 60 ഡിഗ്രി. ഒരു ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിൾസും എല്ലാ സൈഡ്സും ഈക്വൽ ആയി കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ. സോ അതാ പറഞ്ഞത്, ഇവിടെ നടുവിൽ 60 വന്നോ, ആ ടൈപ്പ് ഓഫ് ട്രയാങ്കിളിന്റെ പേരെന്താണ്? ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ. ഇനി അവർ ചോദിക്കുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും AB ഈക്വൽ ടു ഡാഷ് അല്ലെങ്കിൽ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് AB. ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. അപ്പൊ ഇത് 3 സെന്റിമീറ്റർ ആണ്, ഇത് 3 സെന്റിമീറ്റർ ആണെങ്കിൽ ABയും 3 സെന്റിമീറ്റർ ആയിരിക്കും. ഇതിന്റെ ബേസിസിൽ തിരിച്ചും മറിച്ചും അല്ലെങ്കിൽ AB തന്നിട്ട് റേഡിയസ് കണ്ടുപിടിക്കാൻ അതിന് തിരിച്ചും മറിച്ചിട്ടൊക്കെ ചോദ്യം വരും. സോ ഈ ഫിഗർ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക കേട്ടോ. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരാൻ ചാൻസ് ഉണ്ട്. നൗ മൂവിങ് ടു another question. ഏകദേശം നമ്മളുടെ ലാസ്റ്റ് സെറ്റ് ഓഫ് രണ്ട് ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാവുള്ളൂ നമുക്കിനി ഡിസ്കഷൻ. 2-3 ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ നമ്മളുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ സെറ്റ് കഴിഞ്ഞു. നമുക്ക് ഈ 2 ചാപ്റ്ററിലാട്ടോ. ഇറ്റ്സ് എ വെരി ഒരു പാരലോഗ്രാമിന്റെ ബേസിസിൽ വരുന്നൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്താണെന്നുള്ളത് നോക്കാം. ദ ഫിഗർ ഷോസ് എ റോംബസ്. അതായത് ഇതൊരു റോംബസാ. എന്താ റോംബസ് എന്ന് പറഞ്ഞാൽ
പാരലോഗ്രാം പോലെ തന്നെ ഒറ്റ വ്യത്യാസമുള്ളൂ, പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആവുന്നത്, റോംബസിന്റെ എല്ലാ സൈഡുകളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, ബാക്കിയൊക്കെ പാരലോഗ്രാമിനെ പോലെ തന്നെ. ഇനി ആൻഡ് ആൻ ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ, ഇത് എന്ത് ട്രയാങ്കിൾ ആണ്? ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇനി ആംഗിൾ സി ഈക്വൽ ടു, ആംഗിൾ സി എന്ന് പറഞ്ഞാൽ ഇതാണ് ആംഗിൾ സി, എത്ര വരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മക്കളെ ആംഗിൾ സി ഇത് എന്ത് ട്രയാങ്കിളാ? ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലേറ്ററൽ ട്രയാങ്കിളിന്റെ ഓരോ ആംഗിളും എത്ര വരിക? 60 ഡിഗ്രി. അപ്പൊ ആംഗിൾ സി എത്ര വന്നു? 60 ഡിഗ്രി ആണെന്ന് വന്നു. ഓക്കെ, ഇനി അടുത്തത് എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ആംഗിൾ എ ബി ഡി? നോക്കണേ, എ ബി ഡി, ഇതാണ് ആംഗിൾ എ ബി ഡി. എ ബി ഡി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഈ ആംഗിൾ എത്രയാ? 60 ഡിഗ്രി. ഇതൊരു ലൈന് പോലെയല്ലേ? ഒരു ലൈനിലെ ടോട്ടൽ ആംഗിൾ എത്രയാണ് വരുന്നത്? 180 ഡിഗ്രി അല്ലെങ്കിൽ 180 ഡിഗ്രി. അപ്പൊ ഇത് 60 ആണെങ്കിൽ ബാക്കി കണ്ടുപിടിക്കാൻ 180 മൈനസ് 60 അത് എത്ര വന്നു? 120 ഡിഗ്രി ആണെന്ന് വന്നു. ആംഗിൾ ഇ ഈക്വൽ ടു, അപ്പൊ ഇത് 120 ഡിഗ്രി ആണെന്ന് കിട്ടി. ആംഗിൾ ഇ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇത് റോംബസ് ആണ്. ഞാൻ പറഞ്ഞു എന്തിന്റെ പോലെ തന്നെയാ? പാരലോഗ്രാമിന്റെ പോലെ തന്നെയാ. ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് ആംഗിൾ ഇയും എന്ത് വന്നു? 120. അപ്പോൾ ആംഗിൾ എ കണ്ടുപിടിക്കാനാണ് മക്കളെ. ഞാൻ ഇപ്പൊ എന്താ പറഞ്ഞത്? റോംബസ് എന്ന് പറഞ്ഞാൽ പാരലോഗ്രാമിന്റെ അതേപോലെ തന്നെയാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കണേ, അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. അപ്പൊ എ ബിയും ഇ ഡിയും പാരലൽ ആയിരിക്കും പരസ്പരം. ഓക്കെ, ഇനി ഈ പറയുന്ന ഈ ലൈൻ എന്തല്ലോ, ഇത് അതിനെ ക്രോസ് ചെയ്യുന്ന ഒരു ലൈനാണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ആംഗിൾസിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. ഈ ആംഗിളിനെയും ഈ ആംഗിളിനെയും വിളിക്കുന്ന ഒരു പേരുണ്ട്. പണ്ട് നിങ്ങൾ പഠിച്ച സാധന എന്താണ്? കോ ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറയില്ലേ. അപ്പൊ ഇവർ രണ്ടുപേരും കോ ഇന്റീരിയർ ആംഗിൾസ് ആ. കോ ഇന്റീരിയർ ആംഗിൾസ് ആഡ് ചെയ്താൽ നമുക്ക് എത്ര വരും? 180 ഡിഗ്രി വരും അല്ലെ. അപ്പൊ ഇത് 120 ആണെന്ന് ഓൾറെഡി ഉണ്ട്. അപ്പൊ ബാക്കി ഇത് എത്രയായിരിക്കും വരിക? 180 മൈനസ് 120, അതായത് എത്ര വന്നു? 60 ഡിഗ്രി. കഴിഞ്ഞു ആ ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞു. അപ്പൊ ഇതൊരു പാരലോഗ്രാം ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ ഇങ്ങനെ കമ്പൈൻ ചെയ്ത് അതിന്റെ ബേസിസിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക. ഇത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യമാണ്. ഇതുപോലത്തെ എന്താ പറയാ, നമ്മള് തിയറി ബേസിസിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ നിൽക്കരുത്. ഇങ്ങനത്തതും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതെന്ത് ചെയ്യുക? നിങ്ങൾ ചെയ്ത് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ പറയാം, മിസ് വേറെ ഒരു സെപ്പറേറ്റ് റീലായിട്ടൊക്കെ എന്ത് ചെയ്താൽ ഇട്ട് തരാം കേട്ടോ. നൗ വി ആർ മൂവിങ് ടു അനദർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ടെക്സ്റ്റിൽ ഇല്ലെങ്കിലും കൂടി നമ്മളുടെ കഴിഞ്ഞ ആദ്യത്തെ പണ്ടത്തെ 8ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യമാണിത്. പക്ഷേ ഇത് എന്ത് ചെയ്തിട്ടുണ്ട്? കഴിഞ്ഞ അടുത്ത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സോ അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ അവിടെ നിന്ന് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. എന്താ ക്വസ്റ്റ്യൻ എന്നുള്ളത് നോക്കാം. ഇൻ ദ ഫിഗർ O is the center. O സെന്റർ ആണ്. ഓ ശരി. അടുത്തെന്താ? AB is the diameter. AB എന്താണ്? ഡയമീറ്റർ ആണ്. അപ്പൊ നോക്കണേ, ഇത് ഡയമീറ്റർ ആണ്. ഇനി എന്താണ്? ആംഗിൾ BOC 70 ഡിഗ്രി. ഇത് എത്ര വന്നിട്ടുണ്ട്? 70 ഡിഗ്രി ആണെന്ന് വന്നിട്ടുണ്ട്. വാട്ട് ഈസ് ആംഗിൾ AOC? AOC എന്ന് പറയുമ്പോൾ ഇതാണ് ആംഗിൾ വരുന്നത്. ഇതാണ് ആംഗിൾ AOC. എളുപ്പല്ലേ? അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണല്ലേ. സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാ? 180 ഡിഗ്രി ആണ് ആ സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടാക്കുന്ന ആംഗിൾ. അപ്പൊ ഇത് എത്ര വരും? ബാക്കി 180 മൈനസ് ഇവിടെ 70 ഉണ്ട്. അപ്പൊ 180 മൈനസ് 70 അത് എത്ര വന്നു? 110 ഡിഗ്രി. സോ ദിസ് ഇസ് ഈക്വൽ ടു 110 ഡിഗ്രി ആണ് കിട്ടി. ഫൈൻഡ് ദ ആംഗിൾസ് ഓഫ് ട്രയാംഗിൾ BAC. ആ ട്രയാംഗിളിന്റെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കണം. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി മക്കളെ, OCയും OBയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കാരണം അതെന്താണ്? റേഡിയസ് ആണ്. OC is equal to OB. എന്തുകൊണ്ടാണ്? അതിന്റെ റീസൺ റേഡിയസ് ആണ്. റേഡിയസ് ആയതുകൊണ്ട് ഈക്വൽ ആണെങ്കിൽ ആ ട്രയാംഗിൾ എന്ത് ട്രയാംഗിളാ? ഐസോസിലസ് ട്രയാംഗിളാ. അത് ഐസോസിലസ് ട്രയാംഗിൾ ആയ സ്ഥിതിക്ക് ഒബ്വിയസ്ലി നമുക്ക് ഈ രണ്ട് ആംഗിൾസും, ഈ ആംഗിളും ഈ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് ട്രയാംഗിളിന്റെ എല്ലാ ആംഗിളും കൂടി കൂട്ടുമ്പോൾ 180. അതിൽ ഓൾറെഡി സെന്ററിൽ 70 ഉണ്ട്. അപ്പോൾ 180 മൈനസ് 70 ചെയ്യുന്ന സമയത്ത് 110 ഡിഗ്രി. ആ 110 ഡിഗ്രീനെ രണ്ട് പകുതിയാക്കുന്ന സമയത്ത്, ഹാഫ് ആക്കുന്ന സമയത്ത് നമുക്ക് അത് എത്ര വരുന്നു? 55 ഡിഗ്രി. സോ ദിസ് ഇസ് 55 ഡിഗ്രി. ഇതും എത്ര വന്നു? 55 ഡിഗ്രി. അതായത് ആംഗിൾ OCB ഈക്വൽ ടു ആംഗിൾ OBC ഈക്വൽ ടു എത്രയാന്ന് കിട്ടി? 55 ഡിഗ്രി ആന്ന് കിട്ടി. ഇതേപോലെ ഇവിടെ ചെയ്ത സമയത്ത് ഇത് നോക്കിക്കേ, ഈ ലൈൻസ് അല്ലെങ്കിൽ ഈ ലൈൻസ് OCയും OAയും ഇതും എന്ത് തന്നെയാണ്? റേഡിയസ് ആണ്. അപ്പോൾ OC is equal to OA. എന്താ റീസൺ? റേഡിയസ് ആണെങ്കിൽ അതിന്റെ ഈ ഒരു ട്രയാംഗിൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇത് എന്ത് ടൈപ്പ് ഓഫ് ട്രയാംഗിൾ ആണ്? ഐസോസിലസ് ട്രയാംഗിൾ ആണ്. ഐസോസിലസ് ട്രയാംഗിൾ ആണെങ്കിൽ ഈ രണ്ട് ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ 180 നമുക്ക് എന്ത് കുറക്കാം? 110 കുറക്കാം. 180 മൈനസ് 110 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര വന്നു? 70 ഡിഗ്രി. ആ 70നെ രണ്ട് പകുതിയാക്കണം അല്ലെ. 70നെ രണ്ട് പകുതിയാക്കുമ്പോൾ എത്ര വരിക? 35 ഡിഗ്രി. അപ്പൊ ഇത് എത്ര വന്നു? 35 ഡിഗ്രി. ഇതും എത്ര വന്നു? 35 ഡിഗ്രി എന്ന്
വന്നു. സോ നമുക്ക് എന്ത് പറയാം, ആംഗിൾ ഒ എ സി ഈക്വൽ ടു ആംഗിൾ ഒ സി എ ഈക്വൽ ടു എത്ര വന്നു, 35 ഡിഗ്രി. ഇനി നമുക്ക് ഈ ട്രയാങ്കിളിന്റെ ഓരോ ആംഗിൾസ് നോക്കണേ, ശ്രദ്ധിക്കണേ. ആംഗിൾ എ, ആംഗിൾ ഏത് എത്രയാ വന്നത്, 35 ഡിഗ്രി. ആംഗിൾ ബി എത്രയാ വന്നത്, ഇവിടെ 55 ഡിഗ്രി. ആംഗിൾ സി ഇവിടെ നോക്കിക്കേ, 35ഉം 55ഉം കൂടി ആഡ് ചെയ്യണം, 35 പ്ലസ് 55 വിച്ച് ഇസ് ഈക്വൽ ടു എത്ര വന്നു, 90 ഡിഗ്രി. കണ്ടോ, ആ ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിൾസും ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് എ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദിസ് സെക്ഷൻ. ഓക്കെ, എന്താണ് ഇൻ ദ ഫിഗർ എം ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ എ ബി ആൻഡ് സി ഡി. എ ബിയുടെയും സി ഡിയുടെയും എന്താ, എ ബി ഇതാണ് എ ബി, എ ബിയുടെയും സി ഡിയുടെയും ഇതാണ് സി ഡി. ഇതിന്റെ രണ്ടിന്റെയും മിഡ് പോയിന്റ് ആണ് എന്ത് വരുന്നത്, മിഡ് പോയിന്റ് ആണ് എന്ത്, എം. എം അതിന്റെ ഒരു മിഡ് പോയിന്റ് ആണ്. നെക്സ്റ്റ് എന്താ പറയുന്നത്, റൈറ്റ് വൺ പെയർ ഓഫ് ഈക്വൽ ആംഗിൾസ് ഇൻ ദ ട്രയാങ്കിൾ. ഈ രണ്ട് ട്രയാങ്കിൾ, ഏത് എ എം സി എന്ന് പറയുന്ന ഈ ട്രയാങ്കിളും ബി എം ഡി എന്ന് പറയുന്ന ഈ ട്രയാങ്കിളും ഈക്വൽ ആയി വരുന്ന ഒരു ആംഗിൾ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയുന്ന ഒരു ആംഗിൾ ഉണ്ട്, പണ്ട് നിങ്ങൾ പഠിച്ചിട്ടില്ല. ഇങ്ങനെ ക്രോസ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആംഗിൾ ഉണ്ട്. എന്താണ് ആ ആംഗിൾ വിളിക്കുന്ന പേര്, ഈ ആംഗിൾസ് എന്താണ്, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്, ആംഗിൾ എ എം സി ഇസ് ഈക്വൽ ടു ആംഗിൾ ബി എം ഡി. എന്തുകൊണ്ടാണ് അതിന്റെ റീസൺ, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. ഓക്കെ, അടുത്ത് ആർ ദ ലെങ്ത് ഓഫ് ദ ലൈൻസ് എ സി ആൻഡ് ബി ഡി ഈക്വൽ. എ സിന്റെയും ബി ഡിന്റെയും ലെങ്ത് ഈക്വൽ ആണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ബി ഡി ഇതാ, എ സി ഇതാ, അതിന്റെ ലെങ്ത് ഈക്വൽ ആണോ. ഒരു ട്രയാങ്കിളിന്റെ ആംഗിളോ സൈഡോ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്താക്കിയാൽ മതി, ആ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആണെന്ന് കാണിച്ചാൽ മതി. വളരെ എളുപ്പം പ്രൂവ് ചെയ്യാം. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, ആദ്യം ഈ രണ്ട് ട്രയാങ്കിൾ എടുക്കുക, ട്രയാങ്കിൾ എ എം സി, പിന്നെ ട്രയാങ്കിൾ ബി എം ഡി. ഈ രണ്ട് ട്രയാങ്കിളും കൺസിഡർ ചെയ്യണേ. ഇതിൽ ഈക്വൽ ആയത് എന്തൊക്കെയാന്നുള്ളത് നിങ്ങളൊന്നു പറഞ്ഞേ. വളരെ എളുപ്പം, ഓൾറെഡി നമ്മൾ പറഞ്ഞ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്. ആംഗിൾ എ എം സി ഇസ് ഈക്വൽ ടു ആംഗിൾ ബി എം ഡി. എന്താ റീസൺ, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി എം മിഡ് പോയിന്റ് അല്ലേ, എം മിഡ് പോയിന്റ് ആണെങ്കിൽ സി എമ്മിന്റെ ലെങ്ത്തും ഡി എമ്മിന്റെ ലെങ്ത്തും എന്താണ്, ഈക്വൽ ആണ്. അപ്പൊ സി എം ഇസ് ഈക്വൽ ടു ഡി എം. കഴിഞ്ഞോ, ഇല്ല. എം മിഡ് പോയിന്റ് ആയതുകൊണ്ട് നമുക്ക് എവിടെയും പറയാം ബി എമ്മിന്റെ ലെങ്ത്തും എ എമ്മിന്റെ ലെങ്ത്തും ഈക്വൽ ആണ്. എ എം ഇസ് ഈക്വൽ ടു എന്താണ്, ബി എം. രണ്ടിന്റെ റീസൺ എന്താണ്, എം ഇസ് ദ മിഡ് പോയിന്റ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ്. നോക്കിക്കേ, ഇതിപ്പോ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ എന്ത് പ്രോപ്പർട്ടിയാണ് ഈ രണ്ട് ട്രയാങ്കിളും കാണിക്കുന്നത്, രണ്ട് സൈഡിന്റെ നടുവിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ആംഗിൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എന്ത് വെച്ചിട്ടാണ് ഈ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആകുന്നത്, ട്രയാങ്കിൾ എ എം സി ഇസ് ഈക്വൽ ടു ട്രയാങ്കിൾ ബി എം ഡി ബൈ വിച്ച് പ്രോപ്പർട്ടി, SAS പ്രോപ്പർട്ടി. അപ്പൊ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആണെങ്കിൽ അതിന്റെ എല്ലാ സൈഡ്സും എല്ലാ ആംഗിൾസും പരസ്പരം ഈക്വൽ ആയി വരും. എ എം ബി എമ്മിനോട് ഈക്വൽ, സി എം ഡി എമ്മിനോട് ഈക്വൽ. അങ്ങനെയാണെങ്കിൽ ബാക്കി വരുന്ന എ സി എന്തിനോട് ഈക്വൽ ആണ്, ബി ഡിനോട് ഈക്വൽ ആണ്. സോ ദ ആൻസർ ഇസ് യെസ്. എന്താ റീസൺ, ഇതൊക്കെ തന്നെ റീസൺ. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ സാധനങ്ങളൊക്കെ തന്നെയാണ് റീസൺ. ഓക്കെ, സോ നമ്മള് ഏകദേശം ആദ്യത്തെ രണ്ട് ചാപ്റ്ററായ സ്ക്വയേഴ്സിന്റെയും ഈക്വൽ ട്രയാങ്കിൾസിന്റെയും പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ടെക്സ്റ്റ് ബുക്കിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്ത്. ശരിക്കും പറഞ്ഞാൽ ഒരു റിവിഷൻ പോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിനിടയിലും പറഞ്ഞു പോയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. അതിൽ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ പറയാം. നമ്മൾ ബാക്കി രണ്ട് ചാപ്റ്റേഴ്സിന്റെ പോളിഗൺസിന്റെയും സ്ക്വയർ ഐഡന്റിറ്റീസിന്റെയും കൂടി ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരാം. ഓക്കെ, താങ്ക് യു.